നമസ്തേ. കൊള്ളിളക്കം സൃഷ്ടിച്ച മലേഗാവ് സ്ഫോടന കേസിൽ BJP മുൻ MP സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ, മുൻ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് ഉൾപ്പെടെ 7 പ്രതികളെയും മുംബൈ NIA കോടതി കുറ്റവിമുക്തരാക്കി. മതിയായ തെളിവുകളില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ വെറുതെ വിട്ടത്. മുംബൈ സ്ഫോടനത്തിലടക്കം പുറത്തുവന്ന ഇസ്ലാമിക ഭീകരതയ്ക്ക് കവചമേകാനായി അന്ന് കേന്ദ്രത്തിലും മഹാരാഷ്ട്രയിലും അധികാരത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകളുടെ വ്യാജനിർമ്മിതിയായ കാവി ഭീകരത ഇല്ലെന്ന് തെളിയിക്കുന്നതല്ലേ കോടതി വിധി. സ്ഫോടക വസ്തുക്കൾ നിറച്ചത് സാധ്വിയുടെ മോട്ടോർ സൈക്കിളിലായിരുന്നെന്നും RDX കശ്മീരിൽ നിന്നും കൊണ്ടുവന്നത് ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിതുമായിരുന്നെന്ന മഹാരാഷ്ട്ര ATSൻ്റെ കണ്ടെത്തലുകൾ പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത NIAക്ക് അവിശ്വസനീയമായിരുന്നെങ്കിലും കുറ്റപത്രം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വിചാരണ. NIA സംശയിച്ചതെന്തോ അതിൽ കോടതിയും സംശയം പ്രകടിപ്പിച്ചു. നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വിധി പ്രസ്താവം ഉണ്ടായത്. ജനഡിബേറ്റ് പരിശോധിക്കുന്നു. കാവി ഭീകരത ആവിയായില്ലേ? BJP വക്താവ് കേണൽ S. ഡിന്നി, സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, INL പ്രതിനിധി ജലീൽ പുനലൂർ, ഒപ്പം ഞങ്ങളുടെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ ഗൗതം അനന്തനാരായണനും ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന എല്ലാ അതിഥികളെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകർ, ഞാൻ ഈ സംവാദം ഗൗതമിൽ നിന്ന് ആരംഭിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. 2008 മലേഗാവ് സ്ഫോടന കേസ്. നീണ്ട 9 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം, അതായത് വിചാരണ കൂടാതെ വിചാരണയ്ക്ക് മുമ്പ് 9 വർഷം ജയിൽവാസം അനുഷ്ഠിച്ചതിന് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ നേരിൽ പോയി കണ്ട് അവരുടെ അഭിമുഖം എടുത്ത ഒരേയൊരു മലയാളി മാധ്യമ പ്രവർത്തകൻ ഗൗതം അനന്തനാരായണൻ. അതുകൊണ്ട് തന്നെ ഗൗതമിന് കാര്യങ്ങൾ അറിയാം. അന്ന് കസ്റ്റഡിയിൽ അവരനുഭവിച്ച, അവർ കടന്നുപോയ ആ ദുരവസ്ഥ ഗൗതമിനോട് തുറന്ന് പറഞ്ഞിരുന്നു. ഗൗതം, ഈ ഒരു പശ്ചാത്തലത്തിൽ അത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി അറിയിക്കുന്നത് നന്നായിരിക്കുമെന്ന് കരുതുന്നു. ഗൗതം. അല്ലമ്പ്യാർ, ഇന്നിപ്പോൾ ഈ 17 വർഷത്തിന് ശേഷം മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വിധി വരികയും ഈ 7 പ്രതികളായിരുന്നവരെ, സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവരെ ഇന്നിപ്പോൾ കോടതി കുറ്റവിമുക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ഈ 17 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് നടന്ന ചർച്ച കാവി ഭീകരത ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് വളരെ സജീവമായി നടന്നിരുന്നത്. പക്ഷേ അതിൽ ഒരിക്കൽ പോലും ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു പ്രധാനപ്പെട്ട വിഷയം, നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ നേരിട്ട കൊടിയ പീഡനമാണ്. നമ്മുടെ നാട്ടിലൊക്കെ മനുഷ്യാവകാശത്തെപ്പറ്റി സംസാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പൗരധർമ്മത്തെപ്പറ്റി വാചാലമാകുന്ന ആളുകൾ, അബ്ദുൽ നാസർ മദനിയെ പോലെയുള്ള കൊടും ഭീകരന് വേണ്ടി കേരളത്തിൻ്റെ നിയമസഭയിൽ 140 MLA പ്രമേയം പാസ്സാക്കിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ നമുക്കറിയാം. അപ്പോൾ അത്തരം മനുഷ്യാവകാശ വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെടുന്നു എന്ന് പറയുന്ന ഒരു ബുദ്ധിജീവിയെപ്പോലും ഈ ഒരു യുവ സന്യാസിനി ഭാരതത്തിലെ ഒരു ജയിലിൽ കൊടിയമായ പീഡനം 9 വർഷക്കാലം നേരിട്ട ഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. മലേഗാവ് സ്ഫോടനമാണെങ്കിലും സംജോത എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണെങ്കിലും ചർച്ച എവിടേക്ക് കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ് വിഷയം. ചർച്ച കേന്ദ്രീകരിച്ചത് കാവി ഭീകരത എന്നൊന്നുണ്ടോ? കാരണം അതിന് മുൻപ് കേട്ടിട്ടില്ലാത്ത ഒരു പദപ്രയോഗം, ഹിന്ദുത്വ ഭീകരതയെന്നും കാവി ഭീകരതയെന്നും നമ്മൾ കേട്ടിട്ടില്ലാത്തതാണ്. ആ വിഷയമുണ്ടോ എന്നതിലേക്ക് മാത്രം ഇത് കേന്ദ്രീകരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു യുവ സന്യാസിനി അതിക്രൂരമായ പീഡനം നമ്മുടെ നാട്ടിൽ നേരിട്ടു. അത് ചർച്ച ചെയ്യപ്പെട്ടില്ല. അതും ഒരു ഹിന്ദു ഭൂരിപക്ഷമായ ദേശത്ത് അത് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നത് ഇനിയെങ്കിലും നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. ഞാൻ പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ കാണുന്നത് 2018 ഒക്ടോബർ മാസത്തിലാണ്. 2017 അവർ ജാമ്യത്തിൽ ഇറങ്ങുന്നത്. അപ്പം കടന്നുപോയ 9 വർഷത്തെപ്പറ്റി ജനം TVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഈ സന്യാസി പറയുന്നുണ്ടായിരുന്നു. അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയാണ് പ്രജ്ഞാ സിംഗ് ഠാക്കൂർ സജീവമായി പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. അതിനുശേഷം സന്യാസ ദീക്ഷ സ്വീകരിച്ച് പിന്നീട് ഈ സനാതനധർമ്മത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച്
ഈ കൺവേർഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തടയുന്നതിലും ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ തടയുന്നതിലുമൊക്കെ ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂറിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. അതിനാൽ തന്നെ ഇവരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കീഴ്പ്പെടുത്താനുള്ളൊരു ശ്രമം ആ കാലത്ത് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിലേക്ക് പോകുന്ന പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ നമ്മൾ കാണണം. ഇപ്പോഴും പഴയ ചിത്രങ്ങൾ നമുക്ക് കാണാം. വളരെ ആരോഗ്യവതിയായി, ഇന്നിപ്പോൾ 55 വയസ്സുണ്ട് പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്. അന്ന് വളരെ യങ്ങാണ്. അതിനാൽ തന്നെ വളരെ ആരോഗ്യവതിയായി ജയിലിലേക്ക് പോകുന്ന ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ പിന്നീട് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? പിന്നീട് വീൽ ചെയറിലാണ് കാണുന്നത്. അതായത് അതിക്രൂരമായ പീഡനം ഈ ജയിലിൽ നേരിട്ടു എന്നത് അവരുടെ നമുക്ക് കാണുന്ന ഘട്ടത്തിൽ തന്നെ, നേരിട്ട് ആ സന്യാസിനിയെ കാണുന്ന ഘട്ടത്തിൽ തന്നെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും അവർക്ക് എത്രത്തോളം മാറ്റമുണ്ടായിരിക്കുന്നു, അവർക്ക് എത്രത്തോളം കൊടിയ പീഡനമാണ് നേരിട്ടിട്ടുള്ളത് എന്ന് പറയാതെ തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. അപ്പോൾ ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂർ തന്നെ പറഞ്ഞൊരു കാര്യം, തല കിഴുക്കനാമ്പാട് കെട്ടിയിട്ട് മർദ്ദിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവസ്ത്രയായി തന്നെ പീഡിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സന്യാസിയാണ് എന്ന് കൃത്യമായി അറിയാമായിരുന്നിട്ടും ജയിൽ അധികൃതരും അന്നത്തെ മഹാരാഷ്ട്ര ATSലെ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് സ്ഥിരമായി ഈ മാംസാഹാരങ്ങൾ നൽകിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് പുറത്തേക്കിറങ്ങിയും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ ചികിത്സിച്ചതൊരു മലയാളിയായ ഡോക്ടർ കൂടിയാണ്, ഒരു ആയുർവേദ ഡോക്ടർ, ഭോപ്പാലിലാണുള്ളത്. അവരുമായി നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ ജയിലിനകത്ത് ഇവർ അനുഭവിച്ച ശാരീരികമായും മാനസികമായിട്ടുള്ള പീഡനത്തെപ്പറ്റി ആ മലയാളി ഡോക്ടർ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൂടാതെ സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂർ തന്നെ നമ്മളോട് നേരിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്നത് ഈ 17 വർഷക്കാലം 2008 ഈ സ്ഫോടനം നടന്ന് പിന്നീട് 17 വർഷത്തിന് ശേഷം നമ്മുടെ രാജ്യത്തെ കോടതി ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവരെ കുറ്റമുക്തമാക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ സന്യാസിക്ക് നേരെ ഇത്ര കൊടിയ പീഡനം ഉണ്ടായിട്ടും അത് നമ്മുടെ നാട്ടിൽ ഒരു തരത്തിലും വാർത്താ പ്രാധാന്യം നേടിയില്ല, അത് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നൊരു വിഷയമാണ് ഈ ഘട്ടത്തിൽ വളരെ ഗൗരവത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഗൗതം, അതാണ് ഇപ്പം പ്രത്യേകിച്ച് അത് ഒരു പ്രത്യേക സവിശേഷതയുണ്ട്. കാരണം 2 മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ ഛത്തീസ്ഗഡിൽ കേസെടുത്തപ്പോൾ എന്ത് കോലാഹലമാണല്ലേ നടക്കുന്നത്. നോക്കൂ, താങ്കൾ പറഞ്ഞതുപോലെ ഒരു യുവ സന്യാസിനിയെ കസ്റ്റഡിയിൽ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച സമയത്ത് അത് വാർത്തയായില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ഘോരഘോരം ബാധിക്കുന്നവരൊന്നും അന്ന് രംഗത്ത് വന്നിരുന്നില്ല. ഗൗതം, ഇവിടെ ATSൻ്റെ കണ്ടെത്തലുകളാണ് ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെ മോട്ടോ ബൈക്കിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ചു വെച്ചത് എന്ന്. പക്ഷേ NIA അന്വേഷണം ഏറ്റെടുത്തപ്പോൾ തന്നെ അവർ ഈ ഒരു സംഗതി അത് തള്ളിക്കളഞ്ഞിരുന്നു അല്ലേ? നമ്പർ ഇതിനകത്ത് NIAയുടെ അന്വേഷണം എത്തുന്ന ഘട്ടത്തിലാണ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ, വസ്തുതകൾ പുറത്തേക്ക് വരുന്നത്. കാരണം ATSനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അന്വേഷണത്തിൽ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിമർശനം നേരത്തെ തന്നെ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. മാത്രമല്ല ഇന്നിപ്പോൾ കോടതി തന്നെ ഈ വിധിപ്രസ്താവം വായിക്കുന്ന സമയത്ത് ഇതിൻ്റെ അന്വേഷണത്തിനകത്ത് പിഴവുകൾ സംഭവിച്ചു എന്നത് സംബന്ധിച്ചുള്ളൊരു നിരീക്ഷണം കോടതിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് നമുക്കറിയാവുന്നതുപോലെ ഈ കാവ്യ ഭീകരത എന്നൊരു ടേം കോയിൻ ചെയ്തെടുക്കുന്നത് ശരിക്കും കോൺഗ്രസിൻ്റെ അന്നത്തെ UPA സർക്കാരിൻ്റെ ഭരണകാലത്താണ്. ആ ഒരു സമയം, ഒന്നാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ സന്യാസിമാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു കാര്യമായിട്ടൊരു പ്രവർത്തനം ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഈ ആദി ശങ്കരാചാര്യരെ പോലും, അതായത് കാഞ്ചി കാമകോടി മഠത്തിൻ്റെ അധിപനായ ജയേന്ദ്ര സരസ്വതിയെ അറസ്റ്റ് ചെയ്ത സംഭവം തന്നെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അവസാന വാക്കായി കണക്കാക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സ്വാഭാവികമായിട്ടും. 4 മഠങ്ങളുണ്ട്, അതിൽ ശങ്കരാചാര്യർക്ക് അത്രത്തോളം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ശങ്കരാചാര്യരെ പോലും ജയിലിലേക്ക് അടയ്ക്കുന്നൊരു സാഹചര്യം അന്നത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്ന വസ്തുത നമ്മൾ ഓർക്കണം. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു സന്യാസി സ്വാമി അസീമാനന്ദ്, അദ്ദേഹം പശ്ചിമ ബംഗാളിൽ ജനിച്ച് പിന്നീട് വനവാസി കല്യാണാശ്രമത്തിൻ്റെ വളരെ സജീവ പ്രവർത്തകനായി നിന്നുകൊണ്ട് കൺവേർഷനെയും മറ്റ് ഈ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളെയും ഒക്കെ എതിർക്കുന്ന മറ്റൊരു സന്യാസിയാണ്. അദ്ദേഹത്തെയും ഈ സംജോത എക്സ്പ്രസ്, അതുപോലെ തന്നെ മക്ക മസ്ജിദ് സ്ഫോടനം, ഇത്തരം കേസുകളിൽ പ്രതി ചേർക്കാനുള്ളൊരു ശ്രമം നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒന്നാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തുടർച്ചയായി ഈ സന്യാസിമാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രവർത്തനം ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി തന്നെ ഉണ്ടായി എന്ന വിമർശനം ആ കാലത്ത് വളരെ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് ദേശീയ പ്രസ്ഥാനങ്ങൾ അത്തരം വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ കോടതി വിധി അതിനെ തീർച്ചയായിട്ടും ശരിവെക്കുന്നതാണ്. മഹാരാഷ്ട്ര ATSൻ്റെ കണ്ടെത്തലുകൾ പൊള്ള
ആയിരുന്നു, അതിന് ഒരു അടിസ്ഥാനവുമില്ല എന്ന് ഒരിക്കൽ കൂടി NIA കോടതിയും അടിവരയിടുന്നു. നേരത്തെ അസീമാനന്ദൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തെയും വിവിധ കേസുകളിൽ സംജോത എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ അദ്ദേഹത്തെയും കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരം പറയേണ്ടത് ശരിക്കും കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. പ്രത്യേകിച്ച് അന്ന് നമ്മുടെ രാജ്യത്ത് ഭരണത്തിലിരുന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രിമാരും അന്ന് ഈ ഹിന്ദു ഭീകരത എന്ന പദപ്രയോഗം ആദ്യമായി കോയിൻ ചെയ്തെടുത്ത ദിഗ്വിജയ് സിംഗും കമൽനാഥും സുശീൽ കുമാർ ഷിൻഡെയും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ വിഷയത്തിൽ കൃത്യമായി അന്ന് അവരെടുത്ത നിലപാടുകളെ പറ്റിയുള്ള വിശദീകരണം നൽകേണ്ടത്. ഗൗതം, ചിദംബരത്തിൻ്റെ പേര് കൂടി അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്ന് തോന്നുന്നു അല്ലേ? ആഭ്യന്തരമന്ത്രി എന്ന ചിദംബരം ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ്, അതായത് ഇങ്ങനെ ഈ കാവി ഭീകരത എന്ന ഒരു 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 സംജ്ഞ തന്നെ കൊണ്ടുവന്ന് രൂപപ്പെടുത്തി സന്യാസിനിമാരെ അതുപോലെ സന്യാസി വര്യരെ ഒക്കെ അറസ്റ്റ് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടു എന്ന് സ്ഥാപിക്കാൻ, കള്ളത്തെളിവുകൾ ഉണ്ടാക്കി സ്ഥാപിക്കാൻ അക്ഷീണം പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിൽ അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചിദംബരം കൂടി ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും പി ചിദംബരം, അതുപോലെ തന്നെ സുശീൽ കുമാർ ഷിൻഡെ, ദിഗ്വിജയ് സിംഗ്, ഇത്തരം ആളുകളുടെ അവരാണ് തുടർച്ചയായി ഇത്തരം പദപ്രയോഗങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഈ കാവി ഭീകരത എന്നൊന്ന് തൊടുത്തു വിട്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണമായി പൊതുവേ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഈ ഒന്നാം UPA സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികം ഭീകരാക്രമണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത് 1-2 UPA സർക്കാരിൻ്റെ കാലത്താണ്. പ്രത്യേകിച്ച് ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദികൾ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ഡൽഹിയിൽ തന്നെ ഏതാണ്ട് 5 സ്ഫോടനങ്ങൾ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത്, അതായത് 5 വർഷത്തിനിടയിൽ 5 സ്ഫോടനങ്ങൾ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ ഡൽഹിയിൽ നടത്തുകയാണ്. നമ്മുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലേക്ക് പോയി കഴിഞ്ഞാൽ 3 ഭീകരാക്രമണങ്ങൾ, അതിൽ 2008 നവംബർ മാസത്തിലെ അതിഭീകരമായ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വലിയ ഭീകരാക്രമണം, അതുകൂടാതെ 2 സ്ഫോടനങ്ങൾ കൂടി ഈ 5 വർഷത്തിനിടയിൽ ഉണ്ടായി. വാരണാസി പോലെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ, അയോധ്യയിലെ രാമജന്മഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, RSSൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഭീകരവാദികൾ ഇരച്ചെത്തുന്നു. അപ്പോൾ 5 വർഷക്കാലത്തിനിടയിൽ തുടർച്ചയായി UPA ഭരണത്തിൽ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ തുടർച്ചയായി ഒരു ഭാഗത്ത് വലിയ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം മറുഭാഗത്ത് ഹൈന്ദവ സംഘടനകളും അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളും ഇത് ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ഈ ഹിന്ദുത്വ ഭീകരത എന്ന പദപ്രയോഗം തന്നെ ഇവർ രൂപപ്പെടുത്തിയത് എന്നത് അന്ന് മുതലേ ഉള്ളൊരു വിമർശനമാണ്. കാരണം അതിന് ഒരു തരത്തിലുമുള്ള തെളിവുകളോ അത് സ്ഥാപിക്കാനോ കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിൽ പോലും അവർക്ക് സാധിച്ചിരുന്നില്ല. ഇന്നത് NIA ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൽ അക്കാര്യം തെളിഞ്ഞിട്ടില്ല. രാജ്യത്തെ പ്രധാനപ്പെട്ട കോടതികൾ അത് തള്ളിക്കളയുകയാണ്. അപ്പോൾ ആ കാലത്ത് പ്രധാനമായും ഉയർന്നു വന്ന വിമർശനം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ വലിയ തോതിലുള്ള ഭീകരാക്രമണങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടത്തുമ്പോൾ മുസ്ലിം ഭീകരവാദം മാത്രമല്ല നമ്മുടെ രാജ്യത്തുള്ളത്, ഭൂരിപക്ഷ ഹിന്ദുക്കളും അത്തരത്തിൽ ആയുധമെടുത്ത് പ്രശ്നങ്ങൾ രാജ്യത്തിനെതിരെ സൃഷ്ടിക്കുന്നുവെന്ന് വരുത്തി തീർക്കുവാൻ വലിയ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഭാഗമാണ് സംജോത എക്സ്പ്രസ് ആണെങ്കിലും ഈ കാണുന്ന മലേഗാവ് സ്ഫോടനമൊക്കെ ആണെങ്കിലും നമുക്ക് ആ രീതിയിൽ മാത്രമേ വിലയിരുത്താൻ പറ്റുള്ളൂ. ഇന്നത്തെ NIA കോടതി വിധിയിലുള്ള അതിഥികളുടെ നിരീക്ഷണത്തിലേക്ക് പോവുകയാണ്. ആദ്യം കേണൽ ഡിന്നി, എങ്ങനെ നോക്കിക്കാണുന്നു കോടതി വിധിയെ? ശ്രീ അനിൽ, ഇതിനകത്ത് ഇന്നത്തെ ഈ ഒരു വിധിയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു പേരുണ്ട്, ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ഒരു റോൾ, ഓൾദോ ഈ കേസ് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് അല്ലെങ്കിലും, പക്ഷെ ഇപ്പം ഈ നടക്കുന്ന സംഭവങ്ങൾ വലിയ ഒരു വഴിത്തിരിവായിട്ട് ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ ടുക്കാറാം ഒംബാലെ അശോക് ചക്ര. അതായത് മുംബൈ പോലീസിലെ ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. അതിനു മുൻപ് അദ്ദേഹം ഒരു പൂർവ്വ സൈനികനായിരുന്നു ഇന്ത്യൻ ആർമിയിൽ. എന്തുകൊണ്ടാണ് ടുക്കാറാം ഒംബാലെയുടെ പേര് ഞാനിപ്പോ പറയുന്നത്? കാരണം മുംബൈ അറ്റാക്ക്, അതായത് 26 നവംബർ 2008 മുംബൈ അറ്റാക്ക് നടന്ന സമയത്ത് അജ്മൽ കസബ് എന്ന് പറഞ്ഞ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു 10 പേരിൽ ഒരു ഭീകരവാദി ഈ ടുക്കാറാം ഒംബലെ സ്വന്തം ജീവൻ കൊടുത്തു, ജീവനോടെ പിടിച്ചു. അപ്പൊ ജീവനോടെ പിടിച്ചതുകൊണ്ട് എന്ത് പറ്റി? 10 പേരും, ഈ 10 ഭീകരവാദികളും പാകിസ്ഥാനിൽ നിന്ന് വന്നവർ, അവർ ഹിന്ദു പേരുകൾ വെച്ച്, ഹിന്ദു ഐഡന്റിറ്റി കാർഡ് വെച്ച്, കയ്യിൽ കലാവ അല്ലെങ്കിൽ രക്ഷ കെട്ടുന്നത് പോലത്തെ ഉള്ള അത് കെട്ടി ഒരു ഹിന്ദുക്കളാണ് വന്നത് എന്ന് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ ആയിരുന്നു. ഇവരെ അയച്ചവർ ഒരിക്കലും ഇവർ രക്ഷപ്പെട്ട് തിരിച്ച് ജീവനോടെ പോത്തില്ല എന്നുള്ളൊരു ഫുൾ ഇത് വെച്ച് തന്നെയായിരുന്നു അവരിങ്ങോട്ട് അയച്ചത്. പക്ഷെ ടുക്കാറാം ഒംബലെ AK-47 ഫയർ ചെയ്തുകൊണ്ടിരുന്ന അജ്മൽ കസബിനെ കാറിന്റെ ഉള്ളിൽ പിടിച്ചു വലിച്ച് ആ തോക്ക് പിടിച്ചു വലിച്ച് സ്വന്തം ജീവൻ പോയെങ്കിലും അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചു. അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചുകൊണ്ടാണ് ഇത് ഒരു ഹിന്ദു ഭീകരവാദികളല്ല,
ഇത് പാകിസ്ഥാനിൽ നിന്ന് അയച്ചിട്ടുള്ള ഭീകരവാദികളുടെ ഒരു ഗ്രൂപ്പാണ് എന്ന് മനസ്സിലായി. കാരണം അവർ അതിന്റെ സെറ്റപ്പ് മൊത്തം അങ്ങനെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് നടക്കുന്നത് 2008 27 നവംബറാണ്, 27 നവംബറാണ്. ഈ മാലേഗാവ് ബ്ലാസ്റ്റ് നടക്കുന്ന ഏകദേശം 59 ദിവസം മുൻപ് 29 സെപ്റ്റംബർ 2008 തന്നെയാണ് ഇത് നടക്കുന്നത്. അപ്പൊ അന്ന് ഇവിടെ നടക്കുമ്പം ഇതേ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊരു ട്വിസ്റ്റ്, അതായത് ആദ്യം അവിടെ വന്നത് അവിടെ സിമിയുടെ ഓഫീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സിമിയുടെ രീതിയിലേക്കുള്ള ഒരു കാര്യമായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ പോകുന്നെങ്കിലും പെട്ടെന്ന് തന്നെയാണ് മുംബൈ ATSന്റെ ഇടപെടൽ വരികയും അതിനെ ഒരു ഹിന്ദു ടെറർ എന്നുള്ളത് അല്ലെങ്കിൽ ഒരു കാവി ടെറർ എന്നുള്ള രീതിയിലേക്ക് അത് വഴുത്തിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പാകിസ്ഥാന്റെ ഒരു സ്ട്രാറ്റജി അവർക്ക് നമുക്ക് മനസ്സിലാക്കാം, അവരുടെ സ്ട്രാറ്റജിയാണ്, അതായത് ഭാരതത്തിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു കാര്യം. പക്ഷെ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് ഇത് നടന്നത് എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ഭാഗത്ത് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീകരവാദികളെ ഹിന്ദു ടെററിസ്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. രണ്ടാമത് നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു ഭീകരവാദി അറ്റാക്കിനെ അതിനെ ഒരു ഹിന്ദു ടെറർ എന്നുള്ള രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുന്നു. ഈ മാലേഗാവ് ബ്ലാസ്റ്റ് തന്നെ 2 പേര് ആദ്യം അവിടെ ഈ ബ്ലാസ്റ്റ് നടന്ന സമയത്ത് ഈ ബൈക്കിൽ ബോംബ് വെച്ചിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. അത് ഇന്ന് വരെ അവരാരും, ഈ മുംബൈ പോലീസ് ശരി, ATS ആയാലും ശരി, NIA ആയാലും ശരി, അവരെ പിടിക്കാനോ അവരൊന്നും ചെയ്യാൻ ശ്രമിച്ചില്ല. ഇപ്പോ ഈ കുറ്റവിമുക്തമായിട്ടുള്ള എല്ലാവരും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ ഓരോരുത്തരുടെ ഗൂഢാലോചന നോക്കൂ. ഇപ്പൊ സാധ്വി പ്രഗ്യാ സിംഗ് ആണ്, അവരും ആ ബൈക്ക് കൊടുത്തു, അല്ലെങ്കിൽ അവർ അതിന്റെ ആളുകളുമായിട്ട് ബാറ്റൊക്കെ ചെയ്തു, മീറ്റിംഗ് ചെയ്തു എന്നാണ്. അപ്പൊ ഒരു എത്ര ബാലിശമായിട്ടുള്ള ഒരു ആരോപണം നോക്കൂ. സ്വന്തം ബൈക്ക് ഒരു ബ്ലാസ്റ്റിന് വേണ്ടി കൊടുത്തിട്ട് അതിന്റെ ചേസിസ് നമ്പർ ബാക്കിയുള്ള എല്ലാം കാണുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ആ നമ്പർ ഒന്നും ഒരു രീതിയിലില്ലാതെ അവരെ പിടിച്ച് നേരെ ഇതാകത്തായി. ഇതുപോലെ ലഫ്റ്റനന്റ് കേണൽ പുരോഹിത്, അദ്ദേഹം മിലിറ്ററി ഇന്റലിജൻസിന്റെ ഒരു ഓഫീസറായിരുന്നു. അദ്ദേഹം ജമ്മു ആൻഡ് കാശ്മീരിൽ ധാരാളം ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് മഹാരാഷ്ട്രയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ ഈ സ്ലീപ്പർ സെൽസിന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറി പല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓഫീസറായിരുന്നു. മുംബൈ ATSന് ട്രെയിനിങ് കൊടുത്തിട്ട് ഓഫീസറായിരുന്നു. അതുപോലത്തെ ഒരു ഓഫീസറിനെ അവർ ഫ്രെയിം ചെയ്തു. അദ്ദേഹത്തിന്റെ അവരെ ഈ ഗൂഢാലോചന, അതായത് കശ്മീരിൽ നിന്ന് RDX കൊണ്ടുവന്ന് എന്നാണ് പറയുന്നത്. RDX കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ നിന്ന് അതിനെ ബോംബാക്കി മാറ്റി അതിനെ കൊടുത്തു എന്നാണ്. നോക്കൂ, എത്ര ഒരു ഹൈറ്റ് ഓഫ് ഇമാജിനേഷൻ എന്ന് പറയുന്ന പോലത്തെ കാര്യമാണ്. ഇതിനൊന്നും ഒരു തെളിവില്ല, ഇതെല്ലാം ഒരു ഹിയർ. അതാണ് ഇന്ന് കോടതിയും പറഞ്ഞത്. മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടി ഉണ്ടായിരുന്നില്ലേ, കേണൽ ഡിന്നി? അതെ, ഒരു മേജർ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അതെ, മേജർ രമേശ് ഉപാധ്യായ്. ആ മേജർ രമേശ് ഉപാധ്യായ് എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും സെയിം ഇതാണ്, അതായത് ഈ മീറ്റിംഗിൽ പങ്കുചേർന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് 4-5 പേര് കൂടെ ഉണ്ട്. അപ്പം ഇവരെല്ലാവരും ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള ഒരു സൃഷ്ടിച്ചു, ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഒരു തെളിവുമില്ല. അതിനകത്ത് ഏറ്റവും ഒരു തെളിവില്ലാതെ അവരെ നേരത്തെ ശ്രീ ഗൗതം പറഞ്ഞ പോലെ വളരെ ക്രൂരമായിട്ടാണ് ഇവരുടെ അടുത്ത് പെരുമാറിയുള്ളത്. അതായത് 2008 നടന്ന സംഭവം, അന്ന് സ്റ്റേറ്റ് ഭരിച്ചത് കോൺഗ്രസ്, സെൻട്രൽ ഭരിച്ചത് കോൺഗ്രസ്. 2011 NIAക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ, മുംബൈ ATS NIAക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ഭരിച്ചത് കോൺഗ്രസ്, സെൻട്രൽ ഗവൺമെന്റ് ഭരിച്ചത് കോൺഗ്രസ്. 2014 വരെ, അതായത് 6 വർഷത്തോളം, 2008 തൊട്ട് 2014 വരെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കീഴിലാണ് ഈ കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുള്ളത്. അപ്പൊ ഒരു തെളിവ് പോലും അവർക്ക് സൃഷ്ടിക്കാൻ പറ്റിയില്ല എന്നുള്ളതിന്റെ അതിന്റെ അതാണ് ഒരു തെളിവ്. ഈ ഒരു കാര്യം ഇതൊരു ഫേക്ക് ആയിട്ട്, ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒരു ഹിന്ദു ടെറർ വേണം എന്നുള്ള രീതിയിലേക്ക് ചെയ്യുക. ഇതിനു മുൻപ് 2008 നടക്കുന്നതിന് തൊട്ട് മുൻപ്, അതായത് ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു വേർഡ് ഉപയോഗിച്ചത് ശരത് പവാർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഓഗസ്റ്റ് 2008 ഒരു റാലിയെ സംബന്ധിച്ചപ്പോൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഹിന്ദു ടെറർ എന്നുള്ള വേർഡ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ ഒരു സംഭവം നടക്കുന്നത്, പിന്നെ മുംബൈ അറ്റാക്ക് നടന്നത്. ഇതിന്റെ കൃത്യമായിട്ട് 2009 ഇലക്ഷന് തൊട്ട് മുൻപ് ഈ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട്, വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു ഒന്നത്. രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കെല്ലാവരും കൊച്ചിലെ തൊട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ശ്രീ അനിൽ, അതായത് ഒരു വര അതിനെ നമുക്ക് ചെറുതാക്കി കാണിക്കണമെങ്കിൽ അതിന്റെ തൊട്ട് സൈഡിൽ വലിയൊരു വര വരയ്ക്കുക. അപ്പൊ ഒരു വര എന്നുള്ളത് ഇവിടെ ജിഹാദി ഭീകരവാദി നടക്കുന്ന ആ വര അതിനെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടി ഒരു ഹിന്ദു ടെറർ ഉണ്ട് എന്ന് തൊട്ടടുത്ത് വലുതായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ തുടക്കമായിരുന്നു. ബട്ട് അവിടെ എന്ത് പറ്റി, 2014 വരെ കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായിട്ട് പോലും അവർക്ക് ഒരു തെളിവ് സൃഷ്ടിക്കാൻ പറ്റില്ല. അതാണ് ഇന്ന് ആ വക്കീല് പറഞ്ഞത്. ഇത് പ്രൂഫ് കണ്ടെത്താനല്ല, പ്രൂഫ് പ്ലാന്റ് ചെയ്യാനുള്ള ഒരു ശ്രമമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ഓരോരുത്തരും പ്രൂഫ് എവിടെ നിന്നുണ്ട് എന്ന് കണ്ടെത്തിയാൽ ഇത് പ്രൂഫ് പ്ലാന്റ് ചെയ്യാനുള്ള രീതിയിലേക്കായിരുന്നു.
അതുകൊണ്ടാണ് ഇത്രയും വർഷം 17 വർഷം കഴിഞ്ഞെങ്കിലും അതിനൊരു ഒരു 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 സമാപ്തി എന്നുള്ള രീതിയിൽ, അതിനൊരു ധർമ്മത്തിന്റെ ഒരു വിജയം എന്നുള്ള നിലയിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും, അതായത് ഇതൊരു നോക്കൂ, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം, അതിനകത്ത് ഒരു സംശയമില്ല. അത് ഏത് മതമായാലും ശരി, ഏത് ജാതിയായാലും ശരി, ഏത് രാഷ്ട്രീയമായാലും ശരി. പക്ഷെ ഇന്നസെന്റ് നമ്മൾ വരുന്ന കേരളത്തിൽ തന്നെ എത്രയോ പേര് നമുക്കറിയാം ഏതൊക്കെ കേസുകൾ ഇവിടെ പണ്ട് സ്പൈ കേസ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ആർമിയിലൊക്കെ ഉണ്ട് സാമ്പാ സ്പൈ കേസ് എന്നൊക്കെ. അതായത് നിരപരാധിയായിട്ടുള്ള ആളുകളെ നിങ്ങളെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു 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 കാര്യത്തിന് വേണ്ടി വളരെ ക്രൂരമായിട്ട് ഇന്റർഗേറ്റ് ചെയ്ത് നിങ്ങൾ ഇല്ലാതാക്കുകയാണ്. ആരാണ് ഇവരാരും ഒരു സാധാരണക്കാർ, ഇവരെല്ലാവരും വളരെയേറെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അത് സാധ്വി ആയാലും ശരി, അത് കേണൽ പുരോഹിത് ആയാലും ശരി, നേരത്തെ പറഞ്ഞ മേജർ ആയാലും ശരി. ഇപ്പൊ ഇവരെല്ലാവരും ആ രീതിയിലുള്ള ആളുകളെയാണ് അവർ ടാർഗറ്റ് ചെയ്തത്. നമ്മൾ ഇന്ന് ഞാൻ അതാ പറഞ്ഞത്, ആ തുക്കാറാം ഓംബലെ അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ സ്റ്റോറി ഇതുപോലെ വരത്തില്ലായിരുന്നു ശ്രീ അനിൽ. അതിനകത്ത് ഒരു സംശയമില്ല. കാരണം അവിടെയും ശ്രീ അനിലിന് നന്നായിട്ട് ഓർമ്മ കാണും, ആ മുംബൈ അറ്റാക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ദിഗ്വിജയ് സിംഗ് RSS की സാജിഷ് എന്ന് പറഞ്ഞൊരു ബുക്ക് റിലീസ് ചെയ്തു. അതായത് മുംബൈ അറ്റാക്ക് ചെയ്തതും RSSന്റെ RSS की സാജിഷ് എന്ന് പറഞ്ഞിട്ട് ബുക്ക് റിലീസ് വരെ ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് അന്ന് പോയത്. അപ്പൊ നമുക്ക് നോക്കും എത്ര പ്ലാനിങ്ങോടെ, എത്ര കൃത്യതയോടെയാണ് ഈ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ നോക്കിയത്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്നെ കൂടെ അതിന് ചെയ്ത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചെയ്ത അവരുടെ ഒരു കാര്യമുണ്ട്. അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തമ്മിൽ കമ്മ്യൂണിറ്റീസ് തമ്മിൽ അടി ഉണ്ടാക്കണമെന്ന്. അത് പഹൽഗാമിൽ നമ്മൾ കണ്ടു. പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ എങ്ങനെയാണ് ആളുകൾക്ക് ഇത് ചെയ്യാൻ സാധിച്ചതാണ് ഏറ്റവും വലിയൊരു വിഷമം. ഓക്കെ, ശ്രീ ജലീൽ, മലേഗാവ് സ്ഫോടന കേസിലെ NIA കോടതി വിധിയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? കാവ്യ ഭീകരത ആവിയാകുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. അതെ, വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തെ നോക്കിക്കാണുന്ന ഏതൊരാൾക്കും ഇതിൽ യാതൊരു അത്ഭുതവും ഉണ്ടാകില്ല. കാരണം ഇത് പ്രതീക്ഷിതമായ ഒരു വിധിയാണ്. ഇതിൽ നിന്ന് മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. വളരെ നീതിപൂർവം പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ, രാജ്യത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭമായ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കുറ്റാന്വേഷണ ഏജൻസികൾ, അത് ED ആയാലും NIA ആയാലും CBI ആയാലും, ഇതൊക്കെ തന്നെ ഭരിക്കുന്ന പാർട്ടിയുടെ വിധേയരായി പ്രവർത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾക്കും രാഷ്ട്രീയ വിരോധികൾക്കും എതിരായിട്ടുള്ള ഒരു കവചമായി, ആയുധമായി മാറ്റുന്ന ദാരുണമായ ഒരു ദുരന്തമുഖത്താണ് ഇന്ത്യ രാജ്യം നിലയുറപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കോടതികളിൽ നിന്നും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇവിടെ കോടതി വിധിയെ നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ. കോടതി വിധിയുടെ അവസാന ഭാഗത്ത് കോടതി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, തെളിവുകളുടെ അഭാവം. തെളിവുകൾ ഹാജരാക്കുന്നതിൽ അന്വേഷണ ഏജൻസികൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഏത് അന്വേഷണ ഏജൻസിയാണ്? NIA. ഏത് NIA ആണ്? ഇതേ കേസിൽ പ്രതികൾക്ക് അനുകൂലമായിട്ട് മൊഴി നൽകണമെന്ന് സാക്ഷികളോട് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട NIA ആണ്. നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷത്തെയും രാഷ്ട്രീയ വിരോധികളെയും ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായി കുറ്റാന്വേഷണ ഏജൻസികൾ മാറിപ്പോയതിൽ ദുഃഖമുണ്ട്. ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ഇവയൊക്കെ തന്നെ ബന്ദിയാക്കിക്കൊണ്ട് നടത്തുന്ന ക്രിമിനൽ ഒഫൻസുകൾക്ക് എത്രയെത്ര തെളിവുകൾ വേണം? ഇവിടെ ഇപ്പോൾ ഈ മലേഗാവ് സ്ഫോടന കേസിലല്ലല്ലോ പ്രതികൾ രക്ഷപ്പെട്ടത്. പച്ച വെളിച്ചത്തിൽ ഈ രാജ്യം മാത്രമല്ല ലോകം കാണെ, കോടാനുകോടി ജനങ്ങൾ കാണെ തകർക്കപ്പെട്ട ഒരു സംവിധാനമുണ്ട്. 33 വർഷങ്ങൾക്ക് മുമ്പ് ബാബരി മസ്ജിദ്. ഏതെങ്കിലും പ്രതികൾ ഇവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ആ ബാബരി മസ്ജിദ് പോലെ ലോകം കണ്ടൊരു ക്രിമിനൽ ഒഫൻസിനെ ശിക്ഷിക്കപ്പെടാത്ത ഇന്ത്യ രാജ്യത്ത്, അത് അന്വേഷിച്ച അന്വേഷണ ഏജൻസികൾ നിലവിലുള്ള ഇന്ത്യ രാജ്യത്ത് മലേഗാവ് സ്ഫോടനം പോലുള്ളൊരു സ്ഫോടന കേസിലെ പ്രതികൾ രക്ഷപ്പെട്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല. കാവ്യ ഭീകരത പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഏത് കേസുകളിലാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒരൊറ്റ കേസും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അഖിലാഖ് എന്ന് പറയുന്ന ഒരു പയ്യനെ, ഒരു സൈനികൻ്റെ കുടുംബക്കാരനെ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ കൊണ്ടുപോയി പച്ചയായി തല്ലിക്കൊന്നു. പിന്നീട് ശാസ്ത്രീയപരമായിട്ട് തെളിയിക്കപ്പെട്ടു അദ്ദേഹം ബീഫല്ല കൈവശം വെച്ചത് ആട്ടിറച്ചിയാണെന്ന്. അതിൻ്റെ പ്രതികൾ ഇവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. നൂറുകണക്കിന് ദളിത് സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്, ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നുണ്ട്, ദളിതുകളെ വേട്ടയാടപ്പെടുന്നുണ്ട്, ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നുണ്ട്, പശുക്കച്ചവടത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്നുണ്ട്. അങ്ങനെ കാവ്യ ഭീകരത അഴിഞ്ഞാടിയ ഇന്ത്യ രാജ്യത്തെ സമീപ ഭാവിയിലോ കഴിഞ്ഞ 30 വർഷക്കാലത്തിനുള്ളിലോ ഏതെങ്കിലും ഒരു കേസിൽ ഏതെങ്കിലും ഒരാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇസ്ലാം ഭീകരത കാണുന്നേയില്ലേ?
ഇസ്ലാം നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ അറിയുന്നുണ്ടല്ലോ. ഇസ്ലാം ഭീകരത എന്ന് പറയുന്നത് കാവ്യ ഭീകരതയുടെ മറ്റൊരു പതിപ്പ് തന്നെ. ഇസ്ലാം ഭീകരത നമ്മളാരും ചെറുതായി കാണുന്നില്ല. ഇതൊന്നും അതാത് ധർമ്മവുമായിട്ട്, നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ധർമ്മവുമായിട്ടോ മതദർശനങ്ങളുമായിട്ടോ പുലബന്ധമുള്ളതല്ല. അത് കാവ്യ ഭീകരതയ്ക്കുമില്ല, അത് ഇസ്ലാമിക ഭീകരതയ്ക്കുമില്ല. അതൊരു കൊട്ടേഷൻ സംഘങ്ങളാണ്. മതദർശനങ്ങളോടോ പ്രവാചക മൂല്യങ്ങളോടോ മഹനീയരായ മഹർഷികൾ ഉയർത്തിക്കാട്ടിയ ദർശനങ്ങളോടോ ബന്ധമില്ലാത്തവരാണവർ. അതിനെ നിങ്ങൾ ഏതർത്ഥത്തിലാണ് മതങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കുന്നത്? ഇസ്ലാമിക ഭീകരവാദികൾക്ക് ഇസ്ലാം മതവുമായിട്ട് ബന്ധമില്ല എന്നുള്ളതുപോലെ കാവ്യ ഭീകരതയ്ക്ക് ഹൈന്ദവ ദർശനങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് ഞാൻ തർപ്പിച്ച് പറയുന്നുണ്ടല്ലോ. ഇപ്പം പറഞ്ഞതിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ ധർമ്മശാല നമ്മുടെ തൊട്ടടുത്താണ്, കർണാടകയിലാണ്. കാവ്യ ഭീകരതയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. എന്താ തെളിവ്? 400 തെളിവുകൾ ഇതുപോലാണല്ലോ. തെളിവുകൾ വരട്ടെ, രാജ്യത്തെ അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ, തെളിവുകൾ വരട്ടെ. 450 പേരെയാണ് ഒരു അസ്ഥികൂടം പോലും കണ്ടെത്തുന്നതിൽ ഈ കുറ്റാന്വേഷണ ഏജൻസികൾ വഴിതിരിച്ചു വിടുകയാണ്. ഈ രാജ്യത്തിന്റെ അവസ്ഥ എങ്ങോട്ട് പോകുന്നു എന്ന് സാമാന്യ ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്? കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ് അല്ലേ? അന്വേഷണം നടക്കുന്നുണ്ട്, അവർ കണ്ടെത്തട്ടെ. അവർ കണ്ടെത്തട്ടെ. അതിന് മുകളിൽ NIA ഉണ്ട്. ഇനി ചോദിച്ചൊരു ചോദ്യത്തിന് വ്യക്തമായൊരു ഉദാഹരണം പറയാം. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ജാതിയും മതവും സങ്കുചിത താല്പര്യം നോക്കാതെ കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്, അന്വേഷണം നടത്തിയിട്ടുണ്ട്, കയ്യോടെ പ്രതികളെ പിടിച്ചുകൊണ്ട് കയ്യാമം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വരാൻ പോകുന്ന ദുരനുഭവമായിരിക്കും ഹേമന്ത് കർക്കരയുടേത്. ഈ വിഷയത്തിൽ പോലും ഹേമന്ത് കർക്കറെ കൃത്യമായി മുന്നോട്ട് പോയ ആളാണ്. ഹേമന്ത് കർക്കറെ ഇസ്ലാം തീവ്രവാദികളുടെ വെടിയേറ്റാണ് മരിച്ചത് എന്ന് നിങ്ങൾക്ക് പറയാം അല്ലേ? കൃത്യമായി ഈ കേസിൽ പ്രതികൾ അടയ്ക്കപ്പെട്ടു, അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയി. 2011 NIA ഏറ്റെടുത്തിട്ട് ഇങ്ങനെ ഒരു മറുവാദം ഞാൻ കേൾക്കുന്നത്. തീർച്ചയായിട്ടും മറുവാദങ്ങൾ ഉണ്ടാകുമല്ലോ. കാവ്യ ഭീകരത. ഒരു മിനിറ്റ് ഒറ്റ ശ്രീ ജലീൽ ഒരു ഒറ്റ പോയിന്റ്, ബാക്കിയെല്ലാം ഓക്കെ, അദ്ദേഹം അങ്ങയുടെ രാഷ്ട്രീയത്തിന്റെ പറയും. പക്ഷെ ഹേമന്ത് കർക്കറെ അദ്ദേഹം മരിച്ചത്, അദ്ദേഹം ഒരു നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു ജീവൻ കൊടുത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യത്തിൽ രാഷ്ട്രീയം ചേർക്കാതിരിക്കുക എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. അദ്ദേഹത്തിനെ നമ്മൾ അപമാനിക്കുന്ന തുല്യമായിരിക്കും നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അദ്ദേഹം എപ്പോഴും എവിടെയെങ്കിലും നിന്ന് കേൾക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ശരിയല്ല. കാരണം ബാക്കിയെല്ലാം അങ്ങ് പറഞ്ഞോളൂ, പക്ഷെ ഈ ഒരു കാര്യം അതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരുന്നത് എന്റെ ഒരു അഭ്യർത്ഥനയാണ്. ഹേമന്ത് കർക്കറയെ സംബന്ധിച്ച് അദ്ദേഹം രാജ്യത്തിനു വേണ്ടി പൊരുതി മരിച്ച ധീരനായ രക്തസാക്ഷിയാണെന്നുള്ളതിൽ ഞങ്ങൾക്കാർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും. രക്തസാക്ഷികളെയും എന്നാലും വസ്തുതകൾ പറയാതെ പോകാൻ നിവൃത്തിയില്ല. ഹേമന്ത് കർക്കറയുടെ വിയോഗം, അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് ഈ കേസുമായിട്ട് അദ്ദേഹം കൃത്യമായി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന വേളയിലായിരുന്നു എന്ന് ചരിത്രമാണത്. ആ ചരിത്രത്തെ എങ്ങനെ വളച്ചൊടിച്ചുകൊണ്ടോ മുന്നോട്ട് പോകാൻ സാധിക്കും? ശ്രീ ജലീൽ, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്റെ സുഹൃത്തും എന്റെ ബാച്ച്മേറ്റുമാണ്. അദ്ദേഹം ആ ഓപ്പറേഷനിൽ മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ പോലെ മറ്റു പലരും ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ആ കണ്ട ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ നേരിട്ട് കണ്ട ഓപ്പറേഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ തുക്കാറാം ഓമ്പലജിയുടെ കാര്യം പറഞ്ഞ പോലെ ഇതിനകത്ത് ദയവ് ചെയ്ത് രാഷ്ട്രീയം ചേർക്കരുത്. ഇതിനകത്ത് ആ രീതിയിലേക്കുള്ള ഒരു സംഭവം അല്ല. അദ്ദേഹത്തെ എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ബാക്കി അങ്ങ് എന്ത് പറഞ്ഞാലും എനിക്ക് അത് ശരി, ഓക്കെ, അതെങ്ങനെ രാഷ്ട്രീയം. പക്ഷെ ഒരു രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഒരു വ്യക്തിയെ ആ മരണത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനത്തെ പറയുന്നത് അത് അദ്ദേഹത്തിനെ അപമാനിക്കുന്ന ആണെന്ന് മാത്രമേ. ഹേമന്ത് കർക്കറയുടെ കുടുംബം പോലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ ശ്രീ ജലീൽ. അദ്ദേഹത്തിന്റെ മരണത്തിൽ അവരാരും അസ്വാഭാവികമായ എന്തെങ്കിലും ഉണ്ട് എന്നൊരു സംശയം രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ജലീലിന് ഇങ്ങനെ കണ്ടെത്താൻ സാധിച്ചത്? മാത്രമല്ല, ഒറ്റ കാര്യം, NIA കോടതിയാണ് ഇവിടെ ഇന്ന് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. NIA ഏത് കോടതിയുടെ മുമ്പിലും തെളിവുകളാണല്ലോ പ്രധാനം, അല്ലേ? അപ്പോൾ നിങ്ങളൊരു 10 കൊലപാതകം നടത്തിയാലും തെളിവില്ലെങ്കിൽ അയാൾക്ക് ഊരിപ്പോകാം. അപ്പോൾ തെളിവുകളുടെ അഭാവം നോക്കൂ. ഇത് ആദ്യം അന്വേഷിച്ചത് മുംബൈ ATS ആണ്, അല്ലെ? മഹാരാഷ്ട്ര ATS ആണ്, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് അന്വേഷിച്ചത്. അതിൻ്റെ തലവനായിരുന്നു ഈ ഹേമന്ത് കർക്കറെ. അപ്പോൾ അന്ന് ഈ ATS കണ്ടെത്തിയത് ഇങ്ങനെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധ്വിയുടെ മോട്ടോർ ബൈക്കിലാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ചത്. മാത്രമല്ല, നമ്മുടെ ലഫ്റ്റനൻറ്റ് കേണൽ അദ്ദേഹം കശ്മീരിൽ നിന്ന് RDX കൊണ്ടുവന്നു എന്നുള്ളത്. പക്ഷേ NIA അന്വേഷണം ഏറ്റെടുത്തപ്പോൾ കോടതിയെ ധരിപ്പിച്ചു ഇത് രണ്ടും അവിശ്വസനീയമാണ് എന്ന് ധരിപ്പിച്ചു. പക്ഷേ കോടതി എന്ന് പറഞ്ഞ എന്താ, അത് വിചാരണ നടക്കട്ടെ, വിചാരണ വേളയിൽ അത് നിങ്ങൾ പറഞ്ഞാൽ മതി,
നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയത്. മാത്രമല്ല അങ്ങനെ ഒരു സംശയം രേഖപ്പെടുത്തിയത് കൊണ്ടാണ് സാധിക്ക് ജാമ്യം കിട്ടിയത്. 9 വർഷം ജയിൽവാസം അനുഭവിച്ച ശേഷമാണ് ജാമ്യം കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായി ഇതെല്ലാം കോടതിയുടെ പരിഗണനയിൽ വന്ന വിഷയങ്ങളല്ലേ. അതിലെങ്ങനെയാണ് ഒരു ഭരണകൂടത്തിന് ഇടപെടാൻ പറ്റുന്നത്? ഇപ്പോൾ നേരത്തെ കേണൽ ഡിന്നി പറഞ്ഞതുപോലെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ആകാം, അതിൻ്റെ ഭാഗമായിട്ട് താങ്കൾക്ക് എന്തും പറയാം. പക്ഷേ എങ്കിലും ജുഡീഷ്യറിയിലുള്ള സാധാരണ പൗരൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ദയവ് ചെയ്ത് ഉണ്ടാവരുത്. തുടരാം ജലീൽ. കൃത്യമായ രാഷ്ട്രീയ ചായ്വോടുകൂടി കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടുകൂടി നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിന് രാഷ്ട്രീയപരമായി മറുപടി പറയേണ്ടത് എൻ്റെ ബാധ്യതയാണ്. രാജ്യസ്നേഹത്തെ സംബന്ധിച്ച് ആരും പരസ്പരം നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല. രാജ്യസ്നേഹത്തെ സംബന്ധിച്ച് നമ്മൾ ആരെക്കാളും കൃത്യമായി ബോധ്യമുള്ളവരാണ് നമ്മൾ. ഈ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി 2000-ൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ 1990-ൻ്റെ തുടക്കത്തിൽ മുതൽ ഇവിടെ ആരാണ് രാജ്യത്തിൻ്റെ ഭരണം കൈക്കലാക്കുന്നതിന് വേണ്ടി ഒരു പ്രീണന നയം, സങ്കുചിതമായ ഒരു പ്രീണന നയം, മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം ഇന്ത്യ രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പിച്ചത് എന്നുള്ളത് ചരിത്രം പഠിക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ബോധ്യമുള്ളതാണ്. അത് ബാബരി മസ്ജിദ് മുതൽ ഇങ്ങോട്ടുള്ളത്. ഈ വിഷയത്തിലുമുണ്ടല്ലോ, തൊപ്പി വെച്ചവനും താടി വെച്ചവരും ഒക്കെ ഭീകരരാണെന്നുള്ള ഒരു പൊതുബോധം വളർത്തിയെടുക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് ഒരു പങ്കാളിയാണ്. 2006-ൽ ഈ 2008-ലെ കേസ് മാത്രമല്ലല്ലോ, 2006-ൽ മലേഗാവിൽ സ്ഫോടനം നടന്നിട്ടുണ്ട്. ചെറുപ്പക്കാർ താടിയും തൊപ്പിയും വെച്ച് എവിടെ നിന്നാലും അവരെ പിടിച്ചുകൊണ്ട് പോവുക, ജയിലിലടയ്ക്കുക എന്നുള്ളത് 7 വർഷമാണ്. താടിയും തൊപ്പിയും വെച്ചതിന്റെ പേരിൽ അവർ നരേന്ദ്രമോദിയും ടീം മോദിയും പാർലമെന്റിൽ എത്തിയത് ഹിന്ദുക്കളുടെ വോട്ട് മാത്രം നേടിയിട്ടാണോ? ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സെക്കൻഡ് ടേമും അദ്ദേഹം തുടരുകയാണ്. അവിടെ ഹിന്ദുക്കളുടെ വോട്ട് മാത്രം നേടിയിട്ടാണോ യോഗി ആദിത്യനാഥും അദ്ദേഹത്തിൻ്റെ ടീമും അധികാരത്തിലെത്തിയത്? അങ്ങനെ പറയാൻ പറ്റുമോ? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും BJP സ്ഥാനാർത്ഥികൾക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ താങ്കൾ പറഞ്ഞ താങ്കളുടെ വാദം അത് തീർത്തും അടിസ്ഥാനമില്ലാത്തതല്ലേ? നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിലേറ്റിയത് ഹിന്ദുക്കളാണോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കൂടി വോട്ടാണോ എന്നുള്ളതാണല്ലോ ചോദ്യം. അതെ. അതിൽ നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ BJP കടപ്പെട്ടിരിക്കുന്നത് ഈ നാട്ടിലെ കോൺഗ്രസിനോടാണ്. നമുക്ക് തുറന്നു പറയുന്നതിൽ ഒരു തടസ്സമില്ല. ഒന്നാം മോഡി സർക്കാർ അധികാരത്തിൽ വരുത്തുന്ന സമയത്ത് കേവലം 36-37% വോട്ട് നേടിക്കൊണ്ടാണ് മോഡി സർക്കാർ അധികാരത്തിൽ വന്നത്. അതിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണം ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്. ഇതിന് മുമ്പ് നടന്ന UP തിരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ്സിന് ഈ സംഘപരിവാർ ഭീകരതയോടോ ആ വർഗീയതയോടോ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും നിലയ്ക്കുള്ള എതിർപ്പുണ്ടായിരുന്നുവെങ്കിൽ അഖിലേഷ് യാദവുമായോ മായാവതിയുമായിട്ടോ രാജ്യത്തെ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാനുള്ള ഒരു വിവേകം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നുവെങ്കിൽ മോഡി സർക്കാർ അധികാരത്തിൽ വരില്ല എന്നുള്ളത് ചരിത്രം പഠിക്കുന്ന ആർക്കും ബോധ്യമാകുന്നതാണ്. നിർഭാഗ്യവശാൽ മതേതര വോട്ടുകൾ, ഇന്ത്യ ഇന്നും മതേതര രാജ്യം തന്നെയാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മതാധിഷ്ഠിതമായി ചിന്തിക്കുന്നവരല്ല. അവരുടെ ഹൃദയം വിശാലതയാണ്. അവർ ലോകത്തെ കാണുന്നവരാണ്. അവർക്കിടയിലേക്ക് വിഭാഗീയത ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കൊണ്ടുവരികയും ഒരു വലിയൊരു വിഭാഗത്തെ മതാധിഷ്ഠിതമായിട്ട് സംഘടിപ്പിക്കുവാൻ കാപ്പി ഭീകരതയ്ക്കോ ഒരു പക്ഷേ BJPക്കോ സാധിച്ചിട്ടുണ്ട്. അതിനവർ പലതും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പശുവിനെ ഒരു സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഹൈന്ദവ ദർശനങ്ങളോടുള്ള ധർമ്മമാണോ ഈ കാണിക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നത് ആരാ? മുസ്ലിങ്ങളാണോ? അപ്പൊ പശുവിനോടുള്ള താല്പര്യമാണ് BJPക്കെങ്കിൽ പശുവിനെ സംരക്ഷിക്കണ്ടേ? ഞാനൊരു പശു കർഷകനാണ്. ഞാൻ ജനിച്ച കാലം മുതൽ എന്റെ വീട്ടിൽ പശുവുണ്ട്. അത് ജാതിയുണ്ടോ? ബീഫ് കഴിക്കരുത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ? ബീഫ് കഴിക്കുന്നതിന്റെ പേരിലല്ലേ ഈ തല്ലിക്കൊല്ലുന്നത്? അഖിലാഖിനെ തല്ലിക്കൊന്നത് എന്തിന്റെ പേരിലാണ്? ഭാവനയല്ലേ അത്? ഭാവനയല്ലല്ലോ. അഖിലാഖിനെ തല്ലിക്കൊന്നത് എന്തിന്റെ പേരിലാ? മാനിറച്ചി കഴിച്ചതുകൊണ്ടാണോ? അത് അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കള്ളപ്രചരണം നടക്കുന്നതല്ലാതെ. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ കാവി ഭീകരത, സാഫ്രോൺ ടെറർ എന്ന ഒരു ടേം കോയിൻ ചെയ്തത് പോലും കോൺഗ്രസ് ആണ്. ദിഗ്വിജയ് സിംഗ്, അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിരുന്ന P. ചിദംബരം,
ഇവരൊക്കെയാണ് കാവി ഭീകരത എന്നൊരു ടേം നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഇപ്പം നോക്കൂ, ഏറ്റവും അവസാനത്തെ ഒരു കേസാണ് ഇത്. കാവി ഭീകരത നിങ്ങൾ ആഘോഷിച്ച പല കേസുകളുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലത്തേതാണ് മലേഗാവ് സ്ഫോടന കേസ്. ആ കേസിലെ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ്. കോടതി വിധിയെ എങ്ങനെ കാണുന്നു? ശ്രീ ജലീൽ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ കോടതികളെയും നരേന്ദ്രമോദിയും കൂട്ടരും സ്വാധീനിക്കാൻ നോക്കി അല്ലെങ്കിൽ ഇടപെട്ടു, അങ്ങനെ ഒരു വാദം തന്നെയാണോ താങ്കളുടേത്? താങ്കൾ അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, അങ്ങനെ ഒരു വാദമൊന്നും ഉയർത്താൻ ഞാനിപ്പോൾ തയ്യാറാകുന്നില്ല. അതിന് ആവശ്യമായ ബലമായ തെളിവുകളൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വാദഗതി ഉയർത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നെ ഉത്കണ്ഠപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും 2006 ബോംബെയിൽ ഏതാണ്ട് 11 സ്ഥലങ്ങളിൽ നടന്ന സ്ഫോടനം. ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 193 ആളുകൾ മരണപ്പെട്ട വലിയ ഭീകരമായ സ്ഫോടനം. ബോംബെയില് നമ്മുടെ സൗത്ത് ബോംബെ കൊളാബ മുതൽ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങേ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊന്ന് ബോറിവലി വരെ ഉള്ള ഏതാണ്ട് 11ഓളം സ്ഥലങ്ങളിലാണ് ഭീകരമായ സ്ഫോടനം നടന്ന് 100-200ഓളം ആളുകൾ കൊല ചെയ്യപ്പെടുകയും അതിന്റെ 2, 3, 4 ഇരട്ടി ആളുകൾ അംഗഭംഗം വരികയും ഒക്കെ ചെയ്ത ഒരു സംഭവമായിരുന്നു 2006 ബോംബെ സ്ഫോടനം. കീഴ്ക്കോടതി, സെഷൻസ് കോടതി പ്രതികളെല്ലാം കുറ്റക്കാരാണെന്ന് കണ്ട് അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും കുറച്ചു പേർക്ക് ജീവപര്യന്തം ശിക്ഷയൊക്കെ കൊടുത്തതാണ്. 19 വർഷത്തിന് ശേഷം ആ പ്രതികളുടെ എല്ലാം തെളിവുകളുടെ അഭാവത്തിൽ ബോംബെ ഹൈക്കോടതി, ഇവിടുത്തെ മുംബൈ ഹൈക്കോടതി വെറുതെ വിട്ട വാർത്ത വന്ന് ഇപ്പൊ 3-4 ദിവസങ്ങളെ ആയിട്ടുള്ളൂ നമ്മൾ കേട്ടതാണ്. സമാനമായ ഒരു വാർത്തയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. 2008 നടന്ന മലേഗാവ് സ്ഫോടനത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 പേരാണ് മരിച്ചത്. ഏതാണ്ട് അതിലും 100ഓളം ആളുകളുടെ പരിക്ക് ഉണ്ടായ ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. ആ കേസിലെ പ്രതികളെയും ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ വിധി സ്റ്റേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ല, സ്റ്റേ ചെയ്തുവെങ്കിലും സ്റ്റേ ചെയ്യുക എന്നുള്ളത് അതെല്ലാം ഒരു നിയമത്തിന്റെ ഒരു പ്രക്രിയയുടെ ഭാഗം ആണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്പ്യാരെ, ഈ 2 കാര്യവും പ്രത്യേകിച്ച് ഇപ്പം അഭിഭാഷകനായിട്ട് പ്രവർത്തിക്കുന്നു എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഭയപ്പെടുത്തുന്ന വാർത്തകളാണ്. അത് മറ്റൊന്നുമല്ല, ഇപ്പോ സ്വാതി പ്രഗ്യാ സിംഗ് ഈ കേസിൽ, മലേഗാവ് സ്ഫോടന കേസിൽ അവര് നിരപരാധിയാണ് എന്ന് കോടതി പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. ലാക്ക് ഓഫ് എവിഡൻസസ് ടു കൊറാബറേറ്റ് വിത്ത് ദ ഒഫൻസ്, തെളിവുകളുടെ അഭാവത്തിൽ അവരെ വെറുതെ വിടുന്നു. അത് തന്നെയുമാണ് ബോംബെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇപ്പൊ താങ്കൾ ഉപയോഗിക്കുന്ന മോട്ടോർ ബൈക്ക് താങ്കൾ ഒരു തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമോ? ഇതാ ഞാൻ ബൈക്ക്, എൻ്റെ മോട്ടോർ സൈക്കിൾ ഞാൻ വിട്ടു തന്നിരിക്കുന്നു, നിങ്ങൾ ഇതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് വെച്ചോളൂ എന്നങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അല്ല, അതൊക്കെ സാമാന്യ ബോധമുള്ള കോമൺ സെൻസുള്ള ആരെങ്കിലും ചെയ്യുമോ? അല്ല, അതൊക്കെ ഓരോരുത്തരുടെ കോമൺ സെൻസും ഓരോരുത്തരുടെ ഉള്ളിലുള്ള എന്താ പറയുക കുറ്റവാസനയുടെ ഒക്കെ ഭാഗമായിട്ട്. അതൊന്നും നമുക്കാർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ആരെങ്കിലും ഇന്ന കാര്യത്തിന് വേണ്ടി ഇന്നത് ചെയ്യുമോ എന്നുള്ളത്. ഇവിടെ ചർച്ച മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ താങ്കളുടെ കാറ് താങ്കൾ വിൽക്കുന്നു, അത് കുറെ കാലത്തിന് ശേഷം, ഇപ്പം അതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവില്ല ഒരു പക്ഷേ, കുറെ കാലത്തിന് വല്ല ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ആരെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ഫോടനത്തിന് വേണ്ടി ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു എങ്ങനെയാണ് പ്രതിയാവുന്നത്? അല്ല, ഞാൻ എൻ്റെ വാഹനം വിറ്റ് കഴിയുമ്പോൾ അതിന്റെ RC ഓണർഷിപ്പ് ഞാൻ കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാതെ വരികയോ വിറ്റതിന് ശേഷം എൻ്റെ കയ്യിൽ തന്നെയാണ് അതിന്റെ ഉടമസ്ഥാവകാശം നിലനിൽക്കുന്നതൊക്കെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഏതെങ്കിലും കേസുകളിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്, ആരെങ്കിലും വിറ്റ വാഹനം അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്തിട്ടില്ല എങ്കിൽ അതിന് നഷ്ടപരിഹാരമൊക്കെ കൊടുക്കേണ്ട അല്ലെങ്കിൽ കേസിൽ കുടുങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ മുമ്പിൽ പ്രസക്തമായ ഒരു ചോദ്യം വരുന്നത് ഈ 2 കേസിലും തെളിവുകളുടെ അഭാവത്തിൽ പ്രതികൾ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. തെളിവുകളല്ലേ അനിവാര്യമായിട്ട്? ഞാൻ അങ്ങോട്ടാണ് വരുന്നത് നമ്പ്യാരെ. അപ്പോ അതിൽ വരുമ്പോ ഇപ്പോ മലേഗാവ് സ്ഫോടനത്തിൽ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട 6 ഇരകൾ, അവിടെ കൈയും കാലും തകർന്നു പോയവരെ, ശരീരം ചിതറിത്തെറിച്ചവരായ, ജീവിച്ചു മരിക്കുന്ന 100ഓളം ആളുകൾ,
ഈ ഇരകൾക്ക് എവിടെ നിന്ന് നീതി കിട്ടും? നമ്പർ 1. നമ്പർ 2, അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. 2006 ബോംബെ പട്ടണത്തിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുംബൈ പട്ടണത്തിലെ ഏതാണ്ട് 1 ഡസനോളം പ്രദേശങ്ങളിൽ നടന്ന ഭീകരമായ സ്ഫോടനത്തിൽ ചെതറിത്തെറിച്ച ആളുകൾ, മരിച്ച ആളുകൾ, ഇപ്പോൾ എന്താ പറഞ്ഞ പകുതി ജീവനോടുകൂടി അല്ലെങ്കിൽ അംഗഭംഗം വന്ന് ജീവിക്കുന്ന ആളുകൾ, ഈ ആളുകൾക്ക് നീതി കിട്ടണം. നീതി കിട്ടണമെങ്കിൽ ഇവിടെ പ്രഗ്യാ സിംഗ് നിരപരാധിയോ അതല്ലെങ്കിൽ 2006 കേസിലെ നിരപരാധിയോ എന്ന് ഇപ്പൊ നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല. നമ്മൾ ആരും ഈ സംഭവം കണ്ടവരല്ല. നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷത്തിലുള്ളത് എന്താ? കോടതി ഇവരെ വെറുതെ വിട്ടിരിക്കുന്നു. കോടതി ഇവരെ വെറുതെ വിടുമ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന നിരീക്ഷണം എന്താ? ഇവരെ ഈ കേസിൽ കണക്ട് ചെയ്യാൻ ആവശ്യമായ തെളിവുകൾ കോടതിയുടെ മുമ്പിലില്ല എന്നുള്ളത് കൊണ്ട് കോടതി ഇവിടെ ഇവരെ വെറുതെ വിടുന്നു. ഈ CRPCയുടെ ഒരു 300 പ്രകാരം ഒരിക്കൽ ഒരു പ്രതിയെ ഒരു കേസിൽ നിരപരാധി എന്ന് കണ്ടു വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആ കേസിൽ അവനെ അന്വേഷിക്കാൻ അതിനകത്ത് വകുപ്പില്ല. ഡബിൾ ജിയോപാരഡി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ മുമ്പിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം നിൽക്കുന്നു. ഈ 2 കേസിലും ആരെങ്കിലും യഥാർത്ഥത്തിൽ പ്രതികളുണ്ടല്ലോ, ആരെങ്കിലും ഈ 2 കേസിലും പ്രതികളുണ്ട്. ആ പ്രതികൾ ഇപ്പോഴും ദേ ആർ ബിഹൈൻഡ് ദ കർട്ടൻ. അവര് പുറത്തു വരികയും അവര് ശിക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അതിനുത്തരം പറയേണ്ടത് താങ്കളുടെ പാർട്ടി ഭരിച്ച മഹാരാഷ്ട്രയിൽ അന്നത്തെ ATS അവരാണ് ഉത്തരം പറയേണ്ടത്. അല്ല, ATS കാരണം എന്താണെന്നറിയോ, അതായത് ഈ ATSന്റെ കണ്ടെത്തലാണല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ സാധ്വിയും അതുപോലെ ലഫ്റ്റനന്റ് കേണലിനെയും ഒക്കെ പ്രതിസ്ഥാനത്ത് ഒരു മിനിറ്റ് NIA അന്വേഷണം ഏറ്റെടുത്തപ്പോൾ തുടക്കത്തിൽ തന്നെ അവരതിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. കോടതി അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷെ കോടതി പറഞ്ഞത് കുറ്റപത്രം സമർപ്പിക്കൂ, വിചാരണ വേളയിൽ അത് തെളിയിക്കട്ടെ എന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയത്. അല്ല, ഞാൻ അങ്ങോട്ടാണെന്നേ വരുന്നത്. വിലാസ്റാവു ദേശ്മുഖ് അല്ലെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തല്ലേ ഇത് നടക്കുന്നത്? അല്ല, കേക്ക്, അന്നത്തെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലുകൾ അത് തെറ്റാണ് എന്ന് ഏതായാലും ഇന്ന് തെളിഞ്ഞിരിക്കുകയാണല്ലോ. 2025 ഇതുവരെയും നമ്മുടെ മുമ്പിൽ അതിന് തെളിവില്ലായിരുന്നു. കാരണം NIAയും അതോടൊപ്പം തന്നെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും കണ്ടെത്തിയ അല്ലെങ്കിൽ അവർ കളക്ട് ചെയ്ത തെളിവുകൾ പര്യാപ്തമല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പ്രതികളെ കണക്ട് ചെയ്യാനില്ല. അപ്പോഴും ലോകം അവസാനിച്ചിട്ടില്ലല്ലോ. ഇനിയും ഇപ്പോൾ കേന്ദ്രം BJP ഭരിക്കുന്നു, മഹാരാഷ്ട്രയും BJP ഭരിക്കുന്നു. വളരെ അനുകൂലമായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ക്രിമിനൽ കേസിന് അന്വേഷണത്തിന് പരിധിയില്ല. CRPCയിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ MM മണി 82 നടത്തിയ കൊലപാതകത്തെ കുറിച്ച് എത്രയോ വർഷങ്ങൾക്ക് ശേഷം 25-30-35 വർഷങ്ങൾക്ക് ശേഷം നടന്ന വിളിച്ചു പറയുന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തി. അപ്പോൾ അതിന് പുനരന്വേഷണം എന്നല്ല, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, തുടർ അന്വേഷണം നടത്താം. ആ അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികൾ, അപ്പോ INLന്റെ സ്നേഹിതൻ ശ്രീ ജലീൽ സൂചിപ്പിച്ച ആ സംശയവും ദൂരീകരിക്കപ്പെടും. ഇവിടെ കേണൽ ഡിന്നി പറഞ്ഞ കാര്യവും വ്യാജ തെളിവുകൾ, അതല്ല എങ്കിൽ എന്താ പറഞ്ഞ മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ആ തെളിവുകളാണ് എങ്കിൽ ആ തെളിവുകൾ ആരാണ് കെട്ടിച്ചമച്ച തെളിവുകൾ, ഇതെല്ലാം പുറത്തു വരണമല്ലോ. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൊല ചെയ്യപ്പെട്ട, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സ്വന്തം ശരീരം പൊട്ടിത്തെറിക്കപ്പെട്ട് മരണപ്പെട്ട കുറെ ഇന്ത്യക്കാരുണ്ട്, അവരുടെ ബന്ധുക്കളുണ്ട്. അവരുടെയൊക്കെ മനസ്സിൽ ഈ വിധികൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീകരത. അപ്പോ എന്താ പറയുന്നത്, ചില ആളുകൾ നിയമം കയ്യിലെടുക്കാൻ തയ്യാറാകുന്നതിന്റെ കാരണം എന്താ? കൺമുമ്പിൽ ആക്രമിക്കപ്പെട്ട ആള് അതിലെ പ്രതികൾ ശിക്ഷിക്കാതെ വന്നു കഴിയുമ്പോൾ ആളുകൾ സ്വാഭാവികമായും അവർ റിട്ടാലിയേറ്റ് ചെയ്യും. എങ്ങനെയാണ്? ദേ വിൽ ടേക്ക് ലോ ഇൻ ടു ദെയർ ഹാൻഡ്സ്. അത് ഉണ്ടാകാൻ പാടില്ല. കാരണം ഇവിടെ കാവ്യ ഭീകരതയോ ഇപ്പോ നമുക്കറിയാം, ഇപ്പം ദണ്ഡകാരണ്യ, ബക്സർ, എന്താ പറഞ്ഞ അതുപോലുള്ള പ്രദേശങ്ങൾ, ഛത്തീസ്ഗഡിന്റെ പല ഭാഗങ്ങളും, ഡെന്നി സാറിനറിയാം, സർവീസിലൊക്കെ ഇരിക്കുമ്പോൾ നക്സലൈറ്റുകളുടെ വലിയ താവളമാണ്. നക്സലൈറ്റ് ഇടനാഴി എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങോട്ടൊന്നും എന്താ പറഞ്ഞ നിയമവാഴ്ചയും പോലീസിനും ഒന്നും കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇപ്പോഴാണ് കുറെയൊക്കെ അതിൻ്റെ അകത്ത് ആദ്യത്തെ അതിൽ ഏറ്റുമുട്ടൽ നടത്തുന്നത് സാൽവ ജുദോം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് അന്നത്തെ അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അതിനെതിരെ ഒരു പോരാട്ടമൊക്കെ നടത്തി ഒരു പരിധി വരെ. പക്ഷെ അതൊന്നും വിജയിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, നക്സലൈറ്റുകൾ നടത്തുന്ന അക്രമമായതുകൊണ്ട് നമ്മൾ അതിനെ ചുവന്ന ഭീകരത എന്ന് പറയുന്നു. ഏതെങ്കിലും മതത്തിന്റെ പേരിൽ, മതത്തിന്റെ ആളുകളല്ലല്ലോ, മതത്തിന്റെ പേരിൽ ചില ആളുകൾ
സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം, സ്ഫോടനം നടത്തുന്നു, അതല്ലെങ്കിൽ മറ്റാളുകളെ കൊല്ലുന്നു, വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നു. ആ വിധ്വംസക പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു ലേബലിന്റെ പേരിലാകുമ്പോഴാണ് ആ ലേബലിനെ കൂട്ടി വിവരിക്കുന്നത്. അല്ലാതെ കാവ്യ ഭീകരത എന്ന് പറയുന്ന ഒരു ഭീകരത അതൊക്കെ സാങ്കല്പികമാകാനേ കഴിയുള്ളൂ. പക്ഷെ കാവ്യയുടെ മറ പറ്റിക്കൊണ്ട് ആണ് ഇത് നടന്നിരിക്കുന്നത് എങ്കിൽ അല്ല എന്നാണ് ഇപ്പൊ നിങ്ങൾ വിവക്ഷിക്കുന്നത്. കാരണം അവരെ വെറുതെ വിട്ടിരിക്കുന്നു. പക്ഷെ വെറുതെ വിടുമ്പോഴും ദേ ആർ നോട്ട് ഇന്നസെൻസ്. സേനാപതി വേണു, മലേഗാവ് സ്ഫോടന കേസിൽ വിധി വന്ന പശ്ചാത്തലത്തിലെങ്കിലും ഒരു യുവ സന്യാസിനി കസ്റ്റഡിയിൽ ടോർച്ചർ ചെയ്യപ്പെട്ടതിനെ ഒന്ന് അപലപിക്കാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കണ്ടേ? അത്രയും ക്രൂരമായിട്ടാണ് പീഡനത്തിനിരയായത്, വിധേയായത്. ഞാൻ ക്രിമിനൽ ലോയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. അപ്പോ പ്രതികൾ വെറുതെ വിടപ്പെടുന്നത് അവർ നിരപരാധികളായതുകൊണ്ടല്ല. പല കേസിലും അവർക്ക് എതിരെയുള്ള കൃത്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിന് പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ അവർ നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ എങ്ങനെ ബോധ്യപ്പെടും? ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന 6 പേരെ ബോംബ് സ്ഫോടനത്തിൽ വധിച്ച ആളുകൾ ആര്? അത് യഥാർത്ഥ പ്രതികൾ പുറത്തു വരണമല്ലോ. യഥാർത്ഥ പ്രതികൾ പുറത്തു വന്ന് അവർ ശിക്ഷിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി നമ്പ്യാരെ നമ്മൾ അപലപിക്കും. പ്രഗ്യാ സിംഗ് ഠാക്കൂർ ആ കേസിൽ നിരപരാധിയായിരുന്നു. അവർ ജയിലിൽ അവരെ അടച്ചത് അത് അപലനീയമാണ്. അപ്പോൾ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താത്ത അന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് ഭരിച്ച മഹാരാഷ്ട്ര സർക്കാരിന്റെ കീഴിലുണ്ടായിരുന്ന മഹാരാഷ്ട്ര ATS അവരാണല്ലോ. ഇപ്പൊ തന്നെ താങ്കൾ തന്നെ പറഞ്ഞു ഇത് യഥാർത്ഥ പ്രതികളല്ല, അപ്പോ കള്ളക്കേസാണെന്ന് നമ്പ്യാരെ ഞാൻ അങ്ങനെ ഒരു വാദഗതി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇവർ പ്രതികൾ ആണോ അല്ലയോ എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇവര് ഈ കേസിൽ ഇവരെ കണക്ട് ചെയ്യാനുള്ള തെളിവില്ലാത്തത് കൊണ്ട് കോടതി അവരെ വെറുതെ വിട്ടിരിക്കുന്നു. തെളിവില്ല എന്നതുകൊണ്ട് കോടതി വെറുതെ വിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ സാങ്കേതികത്വം. പക്ഷെ സത്യം ഒന്നുണ്ട്. ആ സത്യം അത് തെളിയണമെങ്കിൽ അത് എന്താ പറഞ്ഞ ചിലപ്പോൾ നിയമത്തിന് തെളിയിക്കാൻ പറ്റിയില്ല. അത് എപ്പോൾ തെളിയുമെന്നുള്ളത് അത് കാലത്തിനോ ചരിത്രത്തിനോ ഒക്കെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ ചർച്ചയിൽ അഭ്യർത്ഥിക്കാനുള്ളത്, ഇപ്പൊ മഹാരാഷ്ട്ര ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റും എന്താ പറഞ്ഞ ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. സർക്കാർ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. അന്വേഷണത്തിൽ ഇവിടെ ജലീൽ പറഞ്ഞതുപോലെ ഈ ഫാബ്രിക്കേറ്റഡ് എവിഡൻസ് ആണ്, ഇവരെ എന്താ പറഞ്ഞ കൃത്രിമ തെളിവുകളാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി പുറത്തു വരട്ടെന്നേ. പുറത്തു വന്ന് ജനങ്ങൾ അറിയണമല്ലോ. അറിഞ്ഞുവെങ്കിൽ മാത്രമാണ് അവിടെ മരിച്ച 6 പേർക്കും ഇപ്പുറത്ത് മരിച്ച 193 പേർക്കും നീതി ലഭിക്കുകയുള്ളൂ. ആ നീതിക്ക് വേണ്ടി ഇനി നമുക്ക് കാത്തിരിക്കാം എന്നാണ് നമ്പ്യാരെ ഒന്നാം ഫേസിൽ. വിദ്യാസാഗർ ഗുരുമൂർത്തി, ഹിന്ദുത്വ ഭീകരത, നേരത്തെ പറഞ്ഞ കാവ്യ ഭീകരത, സാഫ്രൻ ടെറർ, അത് അരക്കിട്ടുറപ്പിക്കാനായിരുന്നില്ലേ 2008 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിലെ വിലാസ് റാവു ദേശ്മുഖ് മുഖ്യമന്ത്രിയായുള്ള കോൺഗ്രസ് സർക്കാർ നാസിക് ജില്ലയിലെ മലേഗാവിൽ നടന്ന സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം സംഘപരിവാറിൻ്റെ തലയിൽ കെട്ടിവെച്ചത്? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് മലേഗാവ്. അപ്പോൾ സ്വാഭാവികമായി ഈ അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലേ ചത്തത് ഗീജകരെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന് അല്ലേ പാറ്റേൺ ആണ് ഇത്. നമുക്ക് മനസ്സിലാക്കാം 2006 2007 ലോകരാഷ്ട്രങ്ങളുടെ തലവന്മാരെയും ലോകരാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളെയും പിടിച്ചു കുലുക്കിയ ജൂലിയൻ അസൈഞ്ചിന്റെ വെളിപ്പെടുത്തലുകൾ അങ്ങേക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ആ വെളിപ്പെടുത്തലുകൾ നമ്മുടെ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയെ പറ്റിയിട്ട് വളരെ പ്രസക്തമായ ഒരു 4 കേബിളുകൾ ലീക്കായിരുന്നു. അത് പ്രധാനമായും അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പറഞ്ഞത്, അതായത് രഹസ്യ മീറ്റിങ്ങുകളിൽ പറഞ്ഞത്, ഭാരതത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശല്യമല്ല, ഏറ്റവും വലിയ മെനസ് അത് ഇസ്ലാമിക ഭീകരവാദമല്ല, മറിച്ച് അത് ഹിന്ദു ഭീകരവാദമാണ്, സാഫ്രൻ ടെറർ. അപ്പൊ ഈ രാജ്യത്തൊരു സാഫ്രൻ ടെറർ ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് കോൺഗ്രസിന്റെ അത്യാവശ്യങ്ങളിൽ ഒന്നായിരുന്നു ആ കാലത്ത്. കാരണം കോൺഗ്രസ് പാർട്ടി ആ കോമൺവെൽത്ത് ഗെയിമിന്റെയും മറ്റും തുടർച്ചയായിട്ടും അതുപോലെ തന്നെ അതിനു മുമ്പ് തന്നെയും ഈ ഉള്ളിൽ നിന്നുണ്ടായിട്ടുള്ള പ്രഷർ കൊണ്ട് പല കഷണങ്ങളായി പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം, ഒരു പൊളിറ്റിക്കൽ സാഹചര്യം അവരുടെ ഉള്ളിൽ ആഭ്യന്തരമായിട്ടുണ്ടായിരുന്നു. അത് മറയ്ക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് വേണം? അവർ എയിം ചെയ്യുന്ന ടാർഗറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള മുസ്ലിങ്ങൾ, അവരുടെ ടാർഗറ്റ് കമ്മ്യൂണിറ്റി, അവർക്ക് ഏറ്റവും സുലഭമായി വോട്ട് ലഭിക്കാവുന്ന, അവർക്ക് ആശ്രയിക്കാവുന്ന ഒരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം ഉത്തരേന്ത്യയിൽ ആ കാലത്ത്. അപ്പോൾ അവിടെ ഇതിന് കൃത്യമായ ഒരു പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ ഒരു ശത്രുവിനെ സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്.
മാലേഗാവിൽ നടന്നിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസ്റ്റ് ആക്ടിവിറ്റിയാണ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഗുരുതരമായ പ്രസ്താവനയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു സന്യാസിനിയെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഇനി ചെയ്യാൻ ഭേദ്യം ബാക്കിയൊന്നുമില്ല, അവർ ചോര ഛർദ്ദിച്ചു എന്നാണ് പറയുന്നത് പല റിപ്പോർട്ടിലും. ഇവിടെ ഈ കഴിഞ്ഞ സമാനമായ ഒരു സന്ദർഭം ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു, ഛത്തീസ്ഗഡ് ബസ്തർ ഭാഗത്തൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്കോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ എന്തിന് പട്ടാളക്കാർക്ക് പോലും കയറിപ്പോവാൻ പറ്റാത്ത ഇടത്ത് കേരളീയരായ കന്യാസ്ത്രീകൾ കയറി ചെന്ന് അവിടുത്തെ ആദിവാസി കുട്ടികളെ മതം മാറ്റുകയും പേര്, അതൊരു അച്ഛൻ, ഒരു പള്ളിയച്ഛൻ ഏഷ്യാനെറ്റ് വിളിച്ചു പറഞ്ഞു പേര് മാറ്റുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ അത് ശരിയായ മതപരിവർത്തനമാണ്. അവരെ അറസ്റ്റ് ചെയ്തത് എന്തിന്റെ പേരിലാണ്? മതം മാറ്റത്തിന്റെ പേരിലല്ല. അറസ്റ്റ് ചെയ്തത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ പേരിലാണ്. അതും കടന്നു ചെല്ലാൻ ആവാത്ത ഇടങ്ങളിൽ കടന്നു ചെന്നതിന്റെ പേരിലാണ്. നക്സലൈറ്റ്സ് ഇവരെ മാത്രം ഒരിക്കലും ഉപദ്രവിക്കാൻ, ഒഡീഷയിലായിക്കോട്ടെ ഈ ബസ്തറിലായിക്കോട്ടെ, കന്യാസ്ത്രീകളെ ഉപദ്രവിക്കുന്നുമില്ല. മാത്രവുമല്ല, ഇതേ മഹാരാഷ്ട്രയിൽ ഭീമ കൊറേഗാവ് ഓർമ്മയുണ്ടല്ലോ, ആ ഭീമ കൊറേഗാവ് കലാപത്തിന് ആസൂത്രണം ചെയ്തതിന്റെ പേരിലാണ് NIA, നാഷണൽ ഇതേ NIA കോടതി ഫാദർ സ്റ്റാൻ സ്വാമി എന്ന ആളെ കുറ്റപത്രം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ആ ഒരു പള്ളിയിലച്ഛനെ അറസ്റ്റ് ചെയ്താൽ ഉടനെ ഇവിടെ ഈ ഭാരതം കത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ രണ്ടു കൂട്ടരും. ഒരു ഒറ്റ കന്യാസ്ത്രീയെ, ഒരു പള്ളിയിലച്ഛനെ അറസ്റ്റ് ചെയ്താൽ ഉടൻ തന്നെ രാജ്യം കത്തിക്കുക. ഇവിടെ പ്രജ്ഞാസിംഗ് താക്കൂർ എന്ന സന്യാസിനെ നിരന്തര ഭേദ്യം ചെയ്തിട്ടും ഒരു ഹിന്ദു പോലും ആ കുറ്റം തെളിയുന്നത് വരെ മൗനം പാലിക്കല്ലാതെ പത്രപ്രസ്താവന നടത്തുകയോ RSS റോഡിൽ പ്രതിഷേധം നടത്തുകയോ പിന്നെ ഇന്നലെ തൃശ്ശൂർ കണ്ട ആഭാസം പോലെ ഈ ലോഹയിട്ട കുഴിമാടങ്ങളുടെ പ്രസ്താവന ഒന്നും നടത്തിയിട്ടില്ല. ഇത് മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടതാണ്. മനുഷ്യക്കടത്തിന് പിടിക്കപ്പെട്ടവരെ പോലും കപടവാദം പറഞ്ഞുകൊണ്ട് മതഹത്യയാണെന്ന് പറഞ്ഞുകൊണ്ട് BJPയെ കുരുക്കാനുള്ള ഒരു അവസരമാക്കി എടുത്തിരിക്കുകയല്ലേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. ഇവിടെ നടന്നു അത് തന്നെയാണ്. അതായത് ജൂലിയൻ അസൈഞ്ച് പറഞ്ഞു, ഈ രാജ്യത്ത് ബാബരി മസ്ജിദ് പൊളിച്ചവരും അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഗുജറാത്ത് കലാപം നടത്തിയവരും ഹിന്ദു ഭീകരവാദികളാണ്. അതുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദം ഹിന്ദു ഭീകരവാദമാണ്, കാവ്യ ഭീകരവാദമാണ്, അല്ലാതെ ഒരു കാരണവശാലും എന്തല്ല ഇസ്ലാമിക ഭീകരവാദമല്ല. എന്നാൽ നമ്മുടെ ചരിത്രം എന്താണ്? ഈ രാഷ്ട്രത്തെ രണ്ടാക്കി വിഭജിച്ച ഭീകരവാദം എന്താണ്? മഹാത്മാഗാന്ധിയുടെയും മറ്റ് നേതാക്കന്മാരുടെയൊക്കെ കീഴിൽ അണിനിരുന്ന ഏകോദര സഹോദരങ്ങളെ അണിനിരുന്ന എല്ലാ സമുദായങ്ങളെയും വഞ്ചിച്ചത് ആരാണ്? ഒന്നിച്ച് ഒറ്റയടിക്കാണ് ഞങ്ങൾക്ക് സ്വന്തം രാഷ്ട്രമാണെന്ന് ആവശ്യപ്പെട്ട് ഇതിനകത്തുനിന്ന് പോയ ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പാണ്. അവർ ഭീകരവാദികളല്ല. നിരന്തരം മുംബൈയിൽ തന്നെ 7 കണ്ടിന്യൂസ് സ്ഫോടനം ഒക്ടോബർ മാസം നടത്തി ആ ട്രെയിനിൽ, പാസഞ്ചർ ട്രെയിനിൽ. അങ്ങനെ ഭാരതം ഒട്ടുക്കും 26/11 അടക്കമുള്ള മുംബൈ ഭീകരാക്രമണം അടക്കമുള്ള 100 കണക്കിന് ഭീകരവാദ പ്രവർത്തനങ്ങളും സ്ഫോടനങ്ങളും നടത്തി ആയിരക്കണക്കിന് ആളുകൾ കൊന്നവർ ഭീകരവാദികളല്ല, അവർ മതേതരവാദികളാണ്. മറിച്ച് പിന്നെ ഈ മാലേഗാവ് സ്ഫോടനത്തിലുള്ള പ്രജ്ഞാസിംഗ് താക്കൂറും മറ്റ് സന്യാസിനിമാരും അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികളും എല്ലാം ഭീകരവാദികളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതും അങ്ങനെ വരുത്തി തീർക്കേണ്ടതും കോൺഗ്രസിന്റെ അത്യാവശ്യങ്ങളിൽ ഒന്നായിരുന്നു. ഒരു പക്ഷേ അത് ബാക്ക് ഫയർ ചെയ്തിട്ടാണ് ഇന്ന് മോദി ഭാരതം ഭരിക്കുന്നത്. കാരണം ഹിന്ദു സമൂഹത്തെ അന്യവൽക്കരിക്കുകയും ഹിന്ദു സമൂഹത്തിന് ഈ രാജ്യത്തിന്റെ വിഭവശേഷിയിൽ പ്രഥമാധികാരം ഇല്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്കാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മൻമോഹൻ സിംഗിന്റെ രാഷ്ട്രീയമാണ്, കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ വർഗീയ ചേരിതിരുണ്ടാക്കുന്നത്. ഇപ്പൊ മാലേഗാവ് സ്ഫോടനത്തില് ഈ ഷാസി നമ്പർ ഒന്നും തെളിഞ്ഞിട്ടില്ല ആ വണ്ടിയുടെ. ഇപ്പൊ ഇവരുടെ വണ്ടിയാണ് എന്ന് പറയും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു മാർക്കറ്റിൽ വണ്ടി നിർത്തി പോകുന്നു, എന്റെ വണ്ടിയിലേക്ക് ഒരു സ്ഫോടക വസ്തു ഒരു ഭീകരവാദി സ്ട്രാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിച്ചാൽ ഞാനാവും അതിന്റെ ഉത്തരവാദി. ഇപ്പൊ കോടതി 17 വർഷം, 1-2 ദിവസമല്ല, 17 വർഷം ഈ കേസ് കൺസിഡർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവർ നിരപരാധികളാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. അപ്പോഴും മാന്യ സുഹൃത്ത് സേനാപതി വേണു സാർ പറഞ്ഞത് അവര് നിരപരാധി ആരാണ് ചെയ്തതുകൊണ്ട് കണ്ടുപിടിക്കട്ടെ. ഒരു കൊലപാതക കേസിൽ ക്രിമിനൽ ചട്ടപ്രകാരം ഒരു കൊലപാതക കേസിൽ ഒരാൾ ആരോപിക്കപ്പെട്ട് പിന്നെ കോടതി വിചാരണ നേരിടുമ്പോൾ അയാൾ ഇതിൽ പങ്കാളി അല്ലെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഉത്തരവാദിത്തമാണോ ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കൽ? അല്ല. അങ്ങനെ നിങ്ങൾക്ക് വല്ല ആക്ഷേപം ഉണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ അങ്ങേക്കോ നേരിട്ട് ഇതേ NIA കോടതി വീണ്ടും അപേക്ഷ സമർപ്പിക്കാമല്ലോ, ഇവരെ വീണ്ടും വിചാരണ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിനർത്ഥം ഒരു ക്രിമിനൽ കേസിൽ ഇത്രയും 17 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് പോസിബിളായ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ് ഇവരെ വിട്ടയച്ചിരിക്കുന്നത്. അപ്പൊ അതേ സമയത്ത് ഇവരെ ബുക്ക് ചെയ്തതോ കേവലം രാഷ്ട്രീയത്തിന്റെ പേരിലാണെന്നുള്ള തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത്
ഇവർ സന്യാസിനിമാരാണ് അല്ലെങ്കിൽ സന്യാസിയാണ്, അതുകൊണ്ട് ഇത് കാവ്യ ഭീകരത ഉറപ്പിക്കാനുള്ള നല്ല ആയുധമാണെന്ന് കരുതി തന്നെയല്ലേ ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് അന്നത്തെ വലിയ ഉദ്യോഗസ്ഥന്മാർ, പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അറിയാമല്ലോ, അന്നത്തെ വലിയ ആന്റി ടെററിസം ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ടാണ് ഈ ആളുകളെ ബുക്ക് ചെയ്തതെല്ലാം തെറ്റായി പോയെന്ന് 17 കൊല്ലം കഴിഞ്ഞ് തെളിയുന്നത്? അപ്പോ അതിൽ ആരോപിക്കുന്ന കാരണം കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നതായിരിക്കും. എങ്കിൽ അത് എത്രത്തോളം വലിയ നിയമ വാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്, എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, ഇനി പ്രജ്ഞാ സിംഗ് താക്കൂറിനെയും കൂട്ടരെയും വിട്ടയച്ചത് കൊണ്ടും അവർ നിരപരാധികളാവുന്നില്ല, മറിച്ച് അവർ തെളിയിക്കണം, അല്ലെങ്കിൽ കോടതി പറയണം അടുത്ത ആരാണ് ഇനി ഇതിൽ ചെയ്തത്, മാലേഗാവ് സ്ഫോടനത്തിന് കാരണക്കാരാണെന്നും കൂടി പറഞ്ഞാലേ ഉള്ളൂ ഈ ഹിന്ദു ഭീകരവാദികൾക്ക് ഒരു മാപ്പ് കൊടുക്കുക, അല്ലെ? അതേ സമയത്ത് ഇതേ കോൺഗ്രസിലെ നേതാക്കന്മാര് അഫ്സൽ ഗുരുവിനെ പറ്റി എന്താ പറഞ്ഞിരുന്നത്? ആ കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഭീകര വിഷം നിറഞ്ഞ മാധ്യമം എന്ന മാധ്യമത്തിന്റെ മലയാളം ആഴ്ചപ്പതിപ്പിൽ അവര് എഴുതിയിരിക്കുകയാണ്, അഫ്സൽ ഗുരുവിനും കുഞ്ഞുണ്ട്, അവനും കുടുംബമുണ്ട്, അവനും മനുഷ്യാവകാശമുണ്ട്. ഇത്രയും ഭീകരവും നെറികെട്ടതുമായി ചെയ്ത എല്ലാ പാർലമെന്റ് ആക്രമണം നടത്തിയ ആളെ പോലും താലോലിക്കുന്ന മനസ്ഥിതിയുള്ള ഇവിടുത്തെ മുസ്ലിം ലീഗ് ആവട്ടെ, INL ആവട്ടെ, ഇവിടുത്തെ SDPI ആവട്ടെ, ഇവിടുത്തെ കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, ഇവർക്ക് അഫ്സൽ ഗുരുവിന് മനുഷ്യാവകാശമുണ്ട്. അഫ്സൽ ഗുരുവിന് ഒരു കാര്യം തെളിയിക്കേണ്ട കാര്യമില്ല. അവൻ സ്ഫോടനം നടത്തി അകത്തായാൽ പോലും അവൻ ആയിരിക്കുമെന്ന് ആശങ്കയുള്ളവർ ഇപ്പോൾ പറയുന്നു, കോടതി 17 കൊല്ലത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം വിട്ടയച്ച ഒരാളെ, അക്യൂട്ട് ചെയ്ത ഒരാളെ ഇനിയും തെളിയിക്കാൻ അംഗീകരിക്കണമെങ്കിൽ എന്തുകൂടെ തെളിയണം? ആര് ബോംബ് വെച്ചും തെളിയണം എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വലിയ ഫാർ ഫെച്ച്ഡ് ആയിട്ടുള്ള ഒരു നിയമവാഴ്ചയുള്ള ഒരു പരിഹാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ, ഇവിടെ ഹിന്ദു ഭീകരതയുണ്ട്, ഹിന്ദു ടെററിസം ഉണ്ട് എന്ന് വരുത്തി തീർക്കേണ്ടത് എക്കാലത്തും ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ വിദേശത്ത് നിന്ന് അവർക്ക് ചെലവ് കൊടുക്കുന്നവർ കൊടുത്തിരിക്കുന്ന വാക്കാണ്. അതുകൊണ്ടാണ് മോദിയെ ഇവര് ഒരു കാലത്ത് മോദിയെ ഇവര് നരാധമൻ എന്നാണ് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ നരഭോജി എന്നാണ് വിളിച്ചത്. നരഭോജി എന്തിന്റെ പേരാണ്? ഗുജറാത്ത് കലാപത്തിന്റെ പേരിലാണ്. ഗുജറാത്ത് കലാപത്തിന്റെ കാര്യകാരണങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പലപ്പോഴും ചർച്ച ചെയ്തതാണ്. അതിൽ പോലും ഒരു പർട്ടിക്കുലർ ഹിന്ദു അപ്രൈസിങ്ങിനെ തടയാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന ഒരു പ്രത്യേക തരം മാനസിക അവസ്ഥയുള്ളവരാണ് ഇവിടുത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെല്ലാം. കാരണം ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് ഒന്നല്ലെങ്കിൽ ചൈനയുടെ 5ാം പത്തിയായിട്ടാണ്, അല്ലെങ്കിൽ അമേരിക്കൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കയിലെ വലിയ വമ്പൻ, ഞാൻ ആളുകളുടെ പേര് പറയുന്നില്ല, വമ്പൻ വ്യവസായികളുമായിട്ട് വേദി പങ്കിടുന്ന, അവരോടൊപ്പം നിശാനൃത്ത പാർട്ടികളിൽ ഏർപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാര് ഒരുപക്ഷെ അവിടെ നിന്ന് കഞ്ചാവല്ല, അവിടുന്ന് രാസലഹരിയുമായി പിടിക്കപ്പെട്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ കാരുണ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു വന്ന് നേതാക്കന്മാരായ ചിലർ ഇവിടെ ഹിന്ദു ഭീകരവാദമെന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം കേസുകൾ കുത്തിപ്പൊക്കുന്നത്. ഇതേ കൂട്ടർക്ക് വ്യക്തമായി മനുഷ്യക്കടത്ത് ആരോപിക്കുന്ന ഒരു ക്രിസ്തീയ പുരോഹിതയെ പറ്റി പറയുമ്പോൾ അത് ക്രിസ്തു മതത്തെ ആക്രമിച്ചായിട്ട് ചിത്രീകരിക്കലും BJPയെ പ്രതിസ്ഥാനം നിർത്താൻ വേണ്ടിയുള്ള പ്രചരണവുമാണ്. ഇത് തിരിച്ചറിയാനുള്ള വിവേകം ഇന്നത്തെ ഹിന്ദുവിനുണ്ട് എന്നതുകൊണ്ട് മാത്രം ഞാൻ ഇതിൽ അധികം പറയുന്നില്ല. ഓക്കെ കേണൽ ഡിന്നി, നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട പോലെ കോൺഗ്രസ് ജിഹാദി കൂട്ടുകെട്ടിൽ മെനഞ്ഞെടുത്ത അവസാന കള്ളക്കഥയും തവിടുപൊടിയായി. നമുക്കറിയാം, സംഝോത എക്സ്പ്രസ്, മെക്ക മസ്ജിദ്, അജ്മീർ ദർഗ ബോംബ് സ്ഫോടനങ്ങളിൽ പ്രതിയായിരുന്ന സ്വാമി അസീമാനന്ദിനെയും നേരത്തെ കോടതി വെറുതെ വിട്ടിരുന്നു, അല്ലേ? അദ്ദേഹം ഒരു സന്യാസി വര്യൻ ആയിരുന്നു. ഇപ്പോഴിതാ സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെയും വെറുതെ വിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഈ കാവി ഭീകരത പറഞ്ഞാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയല്ലേ കാര്യങ്ങളൊക്കെ? നോക്കൂ ശ്രീ അനിൽ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത് ഇതൊരു കേരള ഫിനോമിനൽ മാത്രമായിട്ടാണ് ഇപ്പൊ കൂടുതലും കാണുന്നത്. കേരളത്തിലാണ് ഈ കൂടുതലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ മാത്രമേ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടം പ്രത്യേകിച്ച് UDF-നും LDF-നും കിട്ടൂ എന്നുള്ള രീതിയിലാണ് ഇവിടെ കൂടുതൽ. പക്ഷെ ഇപ്പം മറ്റുള്ള ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് ശ്രീ രാഹുൽ ഗാന്ധി ഒഴിച്ച് ബാക്കി അങ്ങനെ വേറെ ആരും അത്ര ഒരു രീതിയിലേക്കുള്ള കാര്യം പറയുന്നില്ല. കാരണം വസ്തുത എന്താണോ, സത്യം എന്താണോ, ഒരിക്കലും നിങ്ങൾക്ക് അതിനെ മൂടി വെക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മളിപ്പം ഈ ഹിന്ദു ടെറർ എന്ന് പറയുമ്പം എന്തിനാണ് ഒരു ഹിന്ദു ടെററിസ്റ്റ് ആവുന്നത്? അത് നമ്മൾ ആലോചിക്കണ്ടേ? അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടോ? എന്താണ് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചോളം ഏകം സത്ത് വിപ്ര ബഹുധ വദന്തി, അതായത് നിങ്ങൾക്ക് ഏത് വിശ്വാസങ്ങൾ വേണമെങ്കിലും ആവാം, നിങ്ങൾക്ക് ഏത് ദൈവങ്ങളെ വേണമെങ്കിലും വിശ്വസിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവത്തെ വിശ്വാസിക്കാതിരിക്കാം, അമ്പലത്തിൽ പോവാം, അമ്പലത്തിൽ പോവാതിരിക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ കാര്യങ്ങൾ പോവാം. പിന്നെ എന്തിനാണ് ഭീകരവാദം ചെയ്യുന്നത്? അതായത് ഞാൻ ഒരു ഒറ്റ വിശ്വാസം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പിടിവാശിക്കാർക്ക് മാത്രമാണ് ആ രീതിയിലുള്ള ഒരു പ്രശ്നം വരുന്നത്. ഹിന്ദുക്കളെ സംബന്ധിച്ചോളം, ഭാരതീയെ സംബന്ധിച്ചോളം, അത് ഭാരതത്തിലുള്ള മറ്റ് എന്താ പറയുക മതങ്ങളിൽ പോലും ആ രീതിയിലുള്ള സ്വാധീനമുണ്ട്. അതുകൊണ്ടാണല്ലോ ഭാരതത്തിൽ റിലേറ്റീവായിട്ട്
ഇവിടെ മറ്റ് മതങ്ങളിലെ മറ്റ് ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, സിറിയ, യമൻ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ കാണാത്ത രീതിയിലുള്ള എന്തുകൊണ്ട് ഭാരതത്തിൽ കാണുന്നത്? ഈ ഭാരതത്തിലെ സംസ്കാരം അങ്ങനെയാണ്. നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റും, നമുക്കെല്ലാം. അതുകൊണ്ട് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ആവശ്യം ഹിന്ദുവിനില്ല. അപ്പോ ഇന്നലെ ശ്രീ അമിത്ഷാ പാർലമെന്റ് പറഞ്ഞ പോലെ ഒരു ഹിന്ദു ഒരിക്കലും ഒരു ഭീകരവാദി ആവില്ല. കാരണം അവൻ അതിന്റെ ആവശ്യമില്ല. എന്തിനാണ് അത് ഭീകരവാദം? എന്തെങ്കിലും പിടിച്ചു പറിക്കാം. നമ്മൾ ആരെങ്കിലും പോയി ഏതെങ്കിലും രാജ്യം കീഴടക്കണമെന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലെയൊക്കെ പിടിച്ച് മതം മാറ്റിയാലേ മാത്രമേ നമ്മൾ ഒരു മതം മുന്നോട്ട് പോകുന്നു? അങ്ങനെ ഒരു കാര്യവുമില്ല. അപ്പൊ അതാണ് സത്യം. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും സ്റ്റിക്ക് ഓൺ ചെയ്യത്തില്ല. ഇത് കേരളം ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം കൂടെ പറയാണ്. അത് എന്തുകൊണ്ടാണ് ഈ സത്യം മറച്ചിക്കപ്പെടുന്നത്? ഇന്ന് നോക്കൂ, ഇന്ന് ലേറ്റസ്റ്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു നമ്മുടെ എക്കോണമി ഈസ് ഡെഡ്, അതായത് റഷ്യ ഇന്ത്യൻ എക്കോണമി ഈസ് ഡെഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു. അതിനെ ശ്രീ രാഹുൽ ഗാന്ധി അതിനെ ഏറ്റുപിടിച്ച് നമ്മുടെ എക്കോണമി ഡെഡാന്ന് പറഞ്ഞു. പക്ഷെ പ്രതിപക്ഷത്ത് തന്നെ, കോൺഗ്രസ് പാർട്ടിയിലുള്ളിൽ തന്നെ മറ്റ് പാർട്ടിയിലുള്ള ആളുകൾ തന്നെ പുറത്തു വന്ന് പറയാണ്, എങ്ങനെയാണ് നിങ്ങൾ നമ്മുടെ എക്കോണമി ഡെഡാന്ന് പറയുന്നത്? നമ്മുടെ ലോകത്ത് 5 എക്കോണമിയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആണ്. ഫോറക്സ് റിസർവ്സ് ഇത്ര ഉണ്ട്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇത്ര ഉണ്ട്, നമ്മൾ ഇത്രയും പേര് 25 കോടിയോളം ആളുകളെ നമ്മൾ പോവർട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, നമ്മുടെ GDP ഗ്രോത്ത് അപ്പൊ ഇതെല്ലാം ഫാക്ട്സ് ആണ്, ഇത് സത്യമാണ്. അപ്പം നിങ്ങൾ ഇനി എത്ര നരേറ്റീവ് സൃഷ്ടിക്കാൻ നോക്കിയാലും സത്യത്തിന് ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് നേരത്തെ ശ്രീ ജലീൽ പല കാര്യങ്ങളും പറഞ്ഞു. അതിനകത്ത് പല വർഗീയമായിട്ടുള്ള പരാമർശമുണ്ട്. അതൊന്നും ഞാൻ അതിനകത്ത് തൊടാൻ പോലും എനിക്ക് ആഗ്രഹമില്ല. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്ന പോലുമില്ല. കാരണം അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ അതിന്റെ ഒരു മറുപടി പറയാം. അദ്ദേഹം ചിലപ്പോൾ അത് ഉദ്ദേശിച്ച് ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്, സബ്കാ വികാസ് എന്നുള്ളതാണ്. അത് തന്നെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെയും ആശയം. നമ്മൾ ആരെയും മാറ്റി നിർത്താനുള്ള ഒരിക്കലും ഒരു ശ്രമം നടത്താറില്ല. എല്ലാവരും ഭാരതീയരാണ്. ഈ മണ്ണിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും ഭാരതീയരാണ്. അവരെല്ലാവരും ഒരുമിച്ച് പോകണം. പിന്നെ കോൺഫ്ലിക്ട്സ് ഡെഫിനറ്റ്ലി വരും. പലർക്കും പല രീതിയിലുള്ള തർക്കങ്ങളൊക്കെ വരും. ആ തർക്കങ്ങളിലും ഭാരതം ശാന്തമാണ്. ഭാരതത്തിൽ സമാധാനമുണ്ട്. ഭാരതത്തിൽ എല്ലാ വിശ്വാസങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പാകിസ്ഥാൻ എന്നുള്ള ഒരു രാജ്യത്ത് ഓരോ ദിവസവും 7 പേര് ഭീകരവാദത്തിന്റെ ബോംബ് ബ്ലാസ്റ്റിലും മറ്റും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പൊ അങ്ങനെയുള്ള രാജ്യം പോലും നമ്മൾ തൊട്ടടുത്തുള്ളപ്പോൾ ഭാരതത്തിൽ റിലേറ്റീവ്ലി ആയിട്ട് നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും വരും. അതുകൊണ്ടാണ് അങ്ങയുടെ ആ ചോദ്യത്തിന് ഈ കാവി ഭീകരത, ഹിന്ദു ടെറർ, ഇതൊന്നും ഒരു കാലത്തും ഒരു സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല. കാരണം സത്യം അത്രമാത്രം പവർഫുൾ ആണ്. ശ്രീ അനിൽ, ഓക്കെ, ജലീല, വ്യാജ നിർമ്മിതികൾ എന്തെങ്കിലും ഒരു ദിവസം പൊളിഞ്ഞു വീഴും എന്നുകൂടി തെളിയിക്കുകയല്ലേ ഈ കോടതി വിധി? അതിന് മുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോ. എനിക്ക് മുമ്പ് സംസാരിച്ച 2 പേരും ഈ രാജ്യസ്നേഹത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ടാണ് പറയുന്നത്. ഈ രാജ്യത്ത് നൂറ്റാണ്ട് നീണ്ട സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവനും രക്തവും ഒക്കെ കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. ആ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ രാജ്യസ്നേഹത്തിൻ്റെ അപ്പോസ്തലന്മാരാകാൻ സാധിക്കുന്നത്? എനിക്ക് ആശ്ചര്യപ്പെടുക. ഏതെങ്കിലും നിങ്ങൾ ഈ വർണ്ണിക്കുന്ന നിങ്ങളുടെ ഇന്നത്തെ ആശയം അത് ഹിന്ദുത്വമല്ല, മഹനീയമായ ഹൈന്ദവ ദർശനത്തെ അല്ല ഞാൻ പറയുന്നത്. ഈ രാജ്യത്തെ ഹൈന്ദവ ദർശനത്തിൽ വിശ്വസിക്കുന്നവരും ഇസ്ലാം ദർശനത്തിൽ വിശ്വസിക്കുന്നവരും കമ്മ്യൂണിസ്റ്റുകാരനുമായി ധീരോദാത്തമായി നടത്തിയ പോരാട്ടത്തിൻ്റെ ഒടുവിലാണ് ഈ രാജ്യം സ്വാതന്ത്ര്യ സമരം നടത്തി വിജയിച്ചത്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ താങ്കൾ ചിരിക്കേണ്ട, ഒരു പഴത്തൊഴിയിൽ ചവിട്ടി വീണ് പരിക്ക് പറ്റിയ താങ്കളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കാട്ടിത്തരാൻ നോക്കൂ? ഒരാളെ, അധികം വേണ്ട. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ മുഖത്ത് നോക്കി മണിക്കൂറുകളോളം നിങ്ങൾ രാജ്യസ്നേഹത്തിന്റെ ക്ലാസ് എടുക്കുന്ന ഏതർത്ഥത്തിലാണ്? ജലീൽ, ഒരു ഹിന്ദു പോലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്നാണോ? അല്ല, ഹിന്ദുവിനെ ഞാൻ അത് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹിന്ദു അല്ല, താങ്കളുടെ വിഭാഗത്തിൽ പറഞ്ഞാൽ പിന്നെ ഹിന്ദു അല്ലാതെ അല്ല. കോടാനുകോടി ഹൈന്ദവ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ അവർ നടത്തിയ ധീരമായ അതിൽ നിങ്ങളിപ്പോ പറയുന്നവര്, നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ഈ ആശയത്തിന്റെ പ്രതിനിധികൾ അതിൽ ഏത് സംഭാവനയാണ് അർപ്പിച്ചിട്ടുള്ളത്? പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ 925 മുതൽ കൃത്യമായ അജണ്ട നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ചവർക്കും ബോധ്യമുണ്ട്, എനിക്കും ബോധ്യമുണ്ട്. ആ അജണ്ടകൾ അതാത് ദശാബ്ദങ്ങളിൽ പൂർണ്ണമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 980കളിൽ എന്താണോ വേണ്ടത്, 990കളിൽ അതൊക്കെ നമ്മൾ കണ്ടുമടുത്തതാണ്. 2000 ദശകത്തിൽ ആദ്യത്തിൽ കണ്ടു തുടങ്ങിയതാണ് ഒരു പൊതുബോധം സൃഷ്ടിക്കുക എന്ന് വെച്ചാൽ എവിടെ ഒരു ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുണ്ടോ, അവർക്ക് തൊപ്പിയുണ്ടോ താടിയുണ്ടോ, അവൻ തീവ്രവാദിയാണ്. മലേഗാവിലും അതാണ് സംഭവിച്ചത്.
ഈ രാജ്യത്തെ ജയിലറകളിൽ ഇന്നും 50,000-ൽ പരം നിരപരാധികൾ. അവരൊരൊറ്റ തെറ്റേ തെറ്റിട്ടുള്ളൂ, തൊപ്പിയും താടിയും. എനിക്ക് മുമ്പ് പറഞ്ഞ കേണൽ പറഞ്ഞല്ലോ നമ്മളെല്ലാവരും ഭാരതീയരാണെന്ന്. എങ്ങനെയാണ് 50,000 പേര് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ളത്? എന്ത് തെറ്റ്, എന്ത് പാപത്തിന്റെ പേരിലാണ്? കേരളത്തിലെ PFIക്കാർ കൂടി ഉൾപ്പെടുവോ? PFIയും അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനകളും നിങ്ങൾ ഈ പറയുന്ന സംവിധാനങ്ങളും ഒക്കെ ഏകദേശം ഒരു നാണയത്തിന്റെ 2 വശങ്ങളാ. അത് ഒരു മതവിഭാഗത്തെ ചൂഷണം ചെയ്യുന്നുണ്ട്. അവർ ഉന്നയിക്കുന്നത് തീവ്രവാദമാണ്. അതിൽ നിന്ന് ഭിന്നമല്ല ഈ പറയപ്പെടുന്ന എനിക്ക് മുമ്പ് സംസാരിച്ച പ്രതിനിധികൾ സംസാരിച്ച ആ പ്രത്യയശാസ്ത്രവും രണ്ടും നാണയത്തിന്റെ 2 വശങ്ങൾ തന്നെയാണ്. മലയഗാവിലും സംഭവിച്ചത് അതാണ്. മലയഗാവിൽ 7 നിരപരാധികൾ 7 വർഷമാണ് ജയിലിൽ കിടന്നത്. എന്നിട്ട് അസീമാനന്ദ് പറയുന്ന ഒരു സ്വാമിയാണ് ഈ 7 പേരുടെ കഥ പുറം ലോകത്തോട് പറഞ്ഞത്. ആരും അവരെ ഈ പറയുന്ന പോലെ കെട്ടിത്തൂക്കി അടിച്ചതൊന്നുമല്ല. അവരൊരു ദർശനത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അന്ന് അവർ പറഞ്ഞു, ഈ സഹോദരങ്ങൾ 7 പേർ ചെയ്യാത്ത കുറ്റത്തിന് ജയിലടകളിൽ പീഡിപ്പിക്കപ്പെടുന്നു, അവരുടെ യൗവനവും ആയുസ്സും ഹോമിക്കപ്പെടുന്നു. അവർ സത്യാവസ്ഥ തുറന്നു പറഞ്ഞതുകൊണ്ടാണ് NIA ആ കേസ് ഏറ്റെടുത്തത്. സ്വാഭാവികമായിട്ടും 2014 മുതൽ നമ്മുടെ രാജ്യത്ത് അനിഷ്ടകരമായ ചില സംവിധാനങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്രിയമായ ചില കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. അതൊരു സ്വാഭാവികമാണ്. അത് ഇന്ത്യക്കാരനെ സംബന്ധിച്ചത് സഹിച്ചേ മതിയാകൂ. എന്തനിഷ്ടാണ്, എന്ത് ദ്രോഹമാണ് ചെയ്തത് താങ്കളോട്? എന്ത് ദ്രോഹമാണ് ചെയ്യാത്തത്? 2014 ശേഷമുള്ള ഭാരതത്തിന്റെ ആ കുതിപ്പ് അത് ജലീൽ കാണുന്നില്ലേ? കുതിപ്പോ? ഏതർത്ഥത്തിലുള്ള കുതിപ്പാണ്? ഏതർത്ഥത്തിലുള്ള കുതിപ്പാണ്? എല്ലാ മേഖലകളിലും ഈ രാജ്യത്തിന്റെ പ്രയാണത്തിൽ നിസ്തുലമായ സംഭാവനകൾ അർപ്പിച്ച ദളിതർ, ന്യൂനപക്ഷങ്ങൾ, അവരെ ഇന്നും പാർശ്വവൽക്കരിക്കപ്പെടുന്നതാണോ മുന്നേറ്റം എന്ന് പറയുന്നത്? ഈ രാജ്യത്തെ ഏതെങ്കിലും 1, 2, 3 സമ്പന്നർ. ഭാരതത്തിന്റെ രാഷ്ട്രപതി ആരാ? പേരിനൊരു അബ്ദുള്ള കുട്ടിയെ നിങ്ങൾ വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റും അത്രേ ഉള്ളൂ. ഭാരതത്തിന്റെ പ്രസിഡന്റും അത് തന്നെ. ഭാരതത്തിന്റെ പ്രസിഡന്റ് ആരാ? അല്ല, അബ്ദുള്ള കുട്ടി BJPയുടെ വൈസ് പ്രസിഡന്റ് ആണ്. അല്ല, ഭാരതത്തിന്റെ രാഷ്ട്രപതി ആരാ? മുക്താർ അബ്ബാസ് നഖ്വി ഉണ്ടായിരുന്നു, ഷാനവാസ് ഉണ്ടായിരുന്നു. അബ്ദുള്ള കുട്ടി എവിടെ? ആ വിഭാഗത്തോടും. ദ്രൗപദി മുർമു ആരാ? ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. അതെ, അവര് എവിടുന്നാ വരുന്നേ? ആദിവാസി സമൂഹത്തിൽ നിന്ന്. അപ്പൊ പിന്നെ താങ്കൾ പറഞ്ഞ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരു പ്രതിനിധിയെ രാഷ്ട്രപതി ആയതുകൊണ്ട് ഈ രാജ്യത്തെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? അവർ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹമായിട്ട് ഇന്നും അടിച്ചമർത്തപ്പെടുകയല്ലേ? അല്ല, എന്റെ അടുത്ത് ആങ്കർ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾക്കൊന്നേ ഉള്ളൂ, ജീവിച്ചാൽ മാത്രം മതി. മതത്തിന്റെ പേരിൽ ഞങ്ങളെ തല്ലിക്കൊല്ലാതിരുന്നാൽ മതി. ന്യൂനപക്ഷങ്ങളെ ശ്രീ ജലീൽ ഈ കേരളത്തിലല്ലേ മധു എന്ന് പറഞ്ഞ ഒരു ആദിവാസി പയ്യനെ അടിച്ചു കൊന്നത്? അങ്ങയുടെ സർക്കാരിന്റെ കീഴിലല്ലായിരുന്നു അത് നടന്നത്? അതിനെ കുറിച്ച് അതിനെ ആരെങ്കിലും ന്യായീകരിച്ചിട്ടുണ്ടോ? അതിന്റെ പ്രതികളെ കയ്യാമം വെച്ച് അവരൊന്നും ജയിലില്ല. 7 വർഷത്തേക്ക് കെവിന്റെ കൊലപാതകത്തിലെ കേസിലെ പ്രതികൾ ജയിലിൽ കിടക്കുക. UPയുടെ തെരുവോരങ്ങളിൽ 40-ലധികം ആളുകളാണ് പശുവിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. എത്ര പ്രതികളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? കണക്കുദ്ധരിച്ചോണ്ടൊന്ന് പറഞ്ഞോളി. ഹരിയാനയിൽ അങ്ങോട്ടൊന്നും പോകണ്ട. പെരുമ്പാവൂരില് ഒരു ഒരു മധു എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ കെട്ടിയ പശുവിനെ കൊണ്ട് അകടർത്ത് വിട്ടതാരാ? SDPIക്കാരാണ്. ഇവന്മാർ തോന്നിയത് അവിടെ കാണിക്കും, അവിടെ ദണ്ഡോണ്ട് നല്ല അടി കിട്ടും. സംശയം എന്താ? അല്ല, അതിനൊക്കെ മറുപടി ആദ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ പറഞ്ഞ സാധനവും ഈ പറയുന്ന പ്രത്യയശാസ്ത്രവും ഒരു നാണയത്തിന്റെ 2 വശമാണെന്ന് വിശ്വസിക്കുന്നതാണ്. പിന്നെ കേണൽ പറഞ്ഞപ്പോഴേ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ, അദ്ദേഹത്തെ കൊണ്ടുവന്ന് കോഴിക്കോട് ആയിരങ്ങളെ അണിനിരത്തി ആദരവ് നൽകിയ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. ഞങ്ങൾക്ക് ഈ ഒരു ഭീകരതയോടും ഒരു തീവ്രവാദത്തോടും ഒരു യോജിപ്പുമില്ല. എല്ലാ ഭീകരവാദത്തെയും എന്റെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഒരിക്കലും അങ്ങയുടെ രാജ്യസ്നേഹത്തെ കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ രാജ്യസ്നേഹം എന്നുള്ള വേർഡേ യൂസ് ചെയ്തിട്ടില്ല. എന്റെ ഒരു വിശ്വാസം എല്ലാവരും രാജ്യസ്നേഹികളാണ്. അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യസ്നേഹികളാണ്. രാഷ്ട്രീയപരമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യസ്തങ്ങൾ കാണാം, അത് പറഞ്ഞോളൂ, അത് കുഴപ്പമില്ല. അതിനകത്ത് രാജ്യസ്നേഹത്തിന്റെ ക്വസ്റ്റ്യനെ ഉദിക്കുന്നില്ല. അങ്ങ് രാജ്യസ്നേഹ ആണോ അല്ലയോ എന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരാൻ പോലും അർഹതയില്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങ് എന്നെക്കാട്ടിയും കൂടുതൽ രാജ്യസ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ അങ്ങ് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. അതിനെന്റെ അഭിനന്ദനങ്ങൾ, അതിന് നല്ല കാര്യം. അപ്പൊ നമ്മൾ എല്ലാവരും ഭാരതീയരാണ്. നമ്മൾ എല്ലാവരും ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് ഒപ്പം നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആശയം. അത് നമ്മൾ എല്ലാവരുടെ ആശയം. അത് അങ്ങനെ ആയിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വിദ്യാസാഗർ, എനിക്കിത്രേ പറയാനുള്ളൂ. ഈ ലീഗിന്റെ ആ ജലീൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തോട് ഒരു കാര്യം പറയാനുള്ളത്, ഇത് SDPIയുടെ ഫാക്ടറിയിൽ ഉത്പാദിപ്പിക്കുന്ന നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയുടെ ലീഗല്ല അദ്ദേഹം. എനിക്ക് മനസ്സിലായി, LDF ഇന്ത്യൻ നാഷണൽ ലീഗാണ് കേട്ടോ.
മനസ്സിലായി. മുസ്ലിം ലീഗിന് തീവ്രത പോരാന്ന് പറഞ്ഞുണ്ടാക്കിയ പ്രസ്ഥാനമാണ് INL. എന്താ സംശയം? എന്ന് നിങ്ങൾക്ക് മുസ്ലിം ലീഗിന് തീവ്രത പോരാ, സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യ കണ്ട മുസ്ലിം ലീഗ് പോരാ. അപ്പൊ മുസ്ലിം ലീഗ് തീവ്രത പോരാന്ന് പറഞ്ഞാൽ തീവ്രത കൂടിയ ലീഗാണ് INL. അപ്പോ INL ഇപ്പൊ ഇടതുപക്ഷത്തിന് കൂടിയല്ലേ, എന്റെ അറിവിൽ അതാണ്. അപ്പോ പിന്നെ ലോകസഭ കാണാത്ത ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇവർക്ക് ഇടയ്ക്ക്, മണ്ഡലം കാണാത്ത നേതാവ്. ഇടയ്ക്ക് വല്ലപ്പോൾ അറബി കല്യാണം മാതിരി മണ്ഡലത്തിൽ വന്നു പോയിരുന്ന ഒരു സേട്ട് ഉണ്ടായിരുന്നു. അത് ഇവരുടെ നേതാവെന്ന് എനിക്ക് അവന്റെ ഓർമ്മ. ശരിയല്ലേ? സ്വതന്ത്ര ജനാധിപത്യ കണ്ട ഏറ്റവും വലിയ നീതികേടിനെതിരായിട്ട് പടപൊരുതിക്കൊണ്ട് ലീഗിന്റെ 37 വർഷക്കാലത്തെ പാർലമെന്റ് അംഗത്വം രാജിവെച്ചുകൊണ്ട് രാഷ്ട്രീയ മരുഭൂമിയിലേക്ക് നടന്നു നീങ്ങിയ ഒരാളാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ട്. ചരിത്രം വേണമെങ്കിൽ താങ്കൾ അത് തെറ്റില്ല. ഞാൻ പറഞ്ഞ അദ്ദേഹം അവിടേക്ക് നടന്നു നീങ്ങി, പക്ഷെ മണ്ഡലത്തിൽ വരലുണ്ടായിരുന്നില്ല എന്നൊരു പൊതുവെ ഒരു അപഖ്യാതി അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് പോട്ടെ, അത് വിട്ടേ. കാരണം എന്റെ മണ്ഡലം കാണാതെ അറബി കല്യാണം മാതിരി വോട്ട് മേടിച്ച് പോയി ജയിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു പണ്ട് ലീഗിൽ എന്ന് ഓർമ്മിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് പിന്നെ സ്ഥിരമായിട്ട് ഈ പറഞ്ഞ NDF-ന്റെ ഫാക്ടറിയിൽ ഉത്പാദിപ്പിക്കുന്ന കാര്യങ്ങളാണ് RSSകാർ ഒറ്റയാൾ പോലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദുത്വം പറയുന്ന ഒരുത്തൻ പോലും സ്വാതന്ത്ര്യം. ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ കാലത്തുള്ള ബാലഗംഗാധര തിലകൻ അടക്കമുള്ള ആളുകളൊക്കെ RSS രൂപീകരിക്കുന്നതിന് മുൻപേ തന്നെ RSSന്റെ ആശയം നടപ്പിലാക്കിയിരുന്നവരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. 1925 RSS രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ ഗണേശോത്സവം നടത്തിക്കൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ഹിന്ദുക്കൾ എന്ന് മാത്രമല്ല ആബാലവൃദ്ധൻ ജനങ്ങളെയും ബ്രിട്ടീഷുകാർക്കെതിരെ പിന്നെ പടപൊരുതാൻ വേണ്ടി ഒരുക്കിയത് ഹിന്ദു ആശയങ്ങളുടെയായിരുന്നു. ഗണേശോത്സവം നടത്തിക്കൊണ്ടാണ് മഹാരാഷ്ട്രയിലും മറ്റും ഈ ബാലഗംഗാധര തിലകൻ പിന്നെ ഇതിലൊന്നും ഇല്ല എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് അതിലപ്പുറത്തുള്ള വൈതരണികളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് മറ്റു പലതും ശ്രദ്ധിക്കേണ്ടത്. കാരണം സ്വാതന്ത്ര്യ സമരത്തിന്റെ അതായത് അവസാന ഘട്ടത്തിൽ ലാപ്പിലേക്ക് കടക്കുന്ന സമയത്താണ് RSS രൂപീകരിക്കപ്പെടുന്നത്. അതിനു മുൻപും RSSന്റെ ആശയമുള്ള ലാലാ ലജ്പത് റായിയെ പോലുള്ള മഹാന്മാരായ ആളുകൾ അതേ തരത്തിൽ തന്നെയാണ് ജനതയെ യൂത്തിനെ സംഘടിപ്പിച്ചത്. ബംഗാളിലായിക്കോട്ടെ, മറ്റ് പഞ്ചാബ് ഭാഗത്തായിക്കോട്ടെ, ഉത്തരേന്ത്യയുടെ മറ്റു പ്രദേശത്തായിക്കോട്ടെ, മഹാരാഷ്ട്രയിലായിക്കോട്ടെ, ഇവിടെ എല്ലാം ജനസാമാന്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇറക്കി വിട്ടത് രാമനാമമായിരുന്നു ഗാന്ധിജിയുടെ. ആ രാമനെ വന്ദിക്കുന്ന, ആ രാമനെ രാഷ്ട്രത്തിന്റെ ധർമ്മസ്വരൂപമായി ആരാധിക്കുന്ന വിഭാഗമാണ് RSSകാർ. അപ്പൊ അവരേതെങ്കിലും യുദ്ധത്തിൽ പങ്കെടുത്തോ എന്ന് ചോദിച്ചത് അർത്ഥമില്ല. കാരണം അവരുടെ ആശയം RSSന്റെ പ്രത്യയശാസ്ത്രം തന്നെയാണ്. ബാലഗംഗാധര തിലകൻ മുതൽ നരേന്ദ്രമോദി വരെയുള്ളവർ കൈയാളുന്ന പ്രത്യയശാസ്ത്രം അതാണ്. ഞാനും ഫിസിക്കലി RSSന്റെ ശാഖയിൽ പോകുന്ന ആളല്ല. പക്ഷെ ആ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ലീഗ് ഇന്ന് രണ്ടായില്ലേ? അപ്പൊ ലീഗിലെ അടിസ്ഥാനമായിട്ടൊരു ആശയം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ ആശയം ആര് കൈയാളിയാലും അയാൾ ഇതിന്റെ അനുഭാവിയാവുമല്ലോ. അതുപോലെ ഈ പറഞ്ഞ പൂർവ്വ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഗാന്ധിജിയും അടക്കമുള്ളവർ രാമഭക്തരും ഹിന്ദു ധർമ്മത്തെ പറ്റി ബോധമുള്ളവരും ദേശത്തിന് ശക്തി വേണമെന്നും ദേശം അഖണ്ഡമാവണമെന്നും സങ്കല്പിച്ചവരാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ആ ദേശത്തെ ഖണ്ഡിച്ചതാരാണ്? അത് ഈ ലീഗാണ്. അവിടെയാണ് പ്രശ്നം. അപ്പോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ ഇല്ലെന്നുള്ള ചോദ്യത്തെക്കാളും പ്രസക്തം നമ്മൾ ഒരുമിച്ച് മുന്നേറി നേടിയ സ്വാതന്ത്ര്യത്തെ 2 കഷണമാക്കി 2 ശത്രുരാജ്യങ്ങളാക്കി ചിത്രീകരിച്ച് രക്തപ്പുഴയൊഴുക്കാൻ കാരണം RSS ആണോ, ബജ്രംഗ് ദളാണോ, വിശ്വ ഹിന്ദു പരിഷത്താണോ, അതോ ലീഗാണോ? അതാണ് ഉത്തരം. ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം വേണ്ടത്. ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം തരാം. താങ്കൾ പറഞ്ഞല്ലോ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പ്രത്യയശാസ്ത്രമാണ് താങ്കളടക്കമുള്ളവർ വിശ്വസിക്കുന്നതെന്ന്. കടലും കടലാഴിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സമാനമായി ഞാൻ പറയാം, മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗും ഇസ്ലാം മതവുമായി ആകാശവും ഭൂമിയും പോലുള്ള വ്യത്യാസമുണ്ട്. മതത്തെ തങ്ങളുടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി BJP എങ്ങനെയാണോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൈന്ദവ ദർശനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിലെത്തിയത്, സമാനമായിട്ട് മുസ്ലിം വിഭാഗത്തെയും ഇസ്ലാം മത ദർശനങ്ങളെയും പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായി. അതിൻ്റെ രാഷ്ട്രപിതാവായ ആളാണ് ജിന്ന. അപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങൾ രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ജിന്നയെ കുറിച്ച് ഞാൻ പഠിച്ചിടത്തോളം ഇസ്ലാമിക ദർശനങ്ങളുമായിട്ട് പുലബന്ധമില്ലായിരുന്നു. അദ്ദേഹം മദ്യപാനിയായിരുന്നു. ഇസ്ലാം നിഷിദ്ധമാക്കിയ പന്നി മാംസം കഴിക്കുന്ന ആളാണ്. ആ ജിന്ന മുസ്ലിങ്ങളുടെ വക്താവാകും? താങ്കളൊന്ന് പറയില്ല. നമ്മുടെ ഈ അഹമ്മദ് പോലും എങ്ങനെയായിരുന്നു നമുക്ക് അറിയാലോ. നമ്മുടെ കേരളത്തിലെ ലീഗിന്റെ നേതാക്കന്മാരെ കാര്യം നമുക്കറിയാലോ. അപ്പൊ നമ്മൾ അതിലേക്ക് ചർച്ച ചെയ്യേണ്ട. ഞാൻ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുത്വ ആശയമുള്ളവർ പങ്കെടുത്തിട്ടില്ലെന്ന് പറയുന്നത്? അവിടെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്ന് താങ്കൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ പറയുന്നു, രാജ്യത്തെ ഹൈന്ദവ മഹാഭൂരിപക്ഷം സഹോദരങ്ങൾ
മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും കൂട്ടമായി നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യമായത്. എന്നാൽ ഇന്ന് ഹൈന്ദവ ദർശനത്തിന്റെ പേര് പറയുന്ന നിങ്ങളടക്കമുള്ള പ്രത്യയശാസ്ത്രക്കാർ അന്ന് തികച്ചും ഒറ്റുകാരുടെ റോളിലാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അന്ന് മാപ്പെഴുതി നൽകിയവരാണ് നിങ്ങള്. അന്ന് മാപ്പെഴുതി നൽകിയവരാണ് നിങ്ങള്. മിസ്റ്റർ ജലീൽ, ഒറ്റ കാര്യമുള്ളൂ. ഈ നിങ്ങളിപ്പോ എണ്ണെടുത്ത് പറഞ്ഞ ഹിന്ദുക്കളോ കമ്മ്യൂണിസ്റ്റുകളോ ക്രിസ്ത്യാനികളോ സ്വന്തം രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടില്ലല്ലോ. മതരാജ്യം വേണം, മതരാഷ്ട്രം വേണമെന്ന് മതരാഷ്ട്രവാദം ഇവിടെ സാക്ഷാത്കരിച്ചത് ഈ രാജ്യത്തിന്റെ വിരിമാറ് വെട്ടിപ്പിള്ളതുകൊണ്ടല്ലേ. ഇനി ഒരിക്കലും അത് വെട്ടിപ്പിളർക്കപ്പെടരുതെന്ന് കരുതി രൂപപ്പെട്ട സംഘടനയാണ് RSS. ഒരു തരത്തിലും ആ മതരാഷ്ട്രവാദത്തെ ഇന്ത്യയിലുള്ള 20 കോടി മുസ്ലിങ്ങൾ അല്ലെ 12 കോടി മുസ്ലിങ്ങൾ അന്നും അംഗീകരിച്ചിട്ടില്ല, ഇന്നും അംഗീകരിച്ചിട്ടില്ല. കാരണം അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പിറന്നു വീണ മണ്ണ് തലയില്ലാത്ത ഇന്ത്യ പ്രത്യക്ഷപ്പെടുന്നത് അത് അംഗീകരിക്കത്തോണ്ടായിരിക്കും അല്ലേ. ഇന്നത്തെ ഇന്ത്യയെ BJP എങ്ങനെ ചൂഷണം ചെയ്യുന്നുവോ സമാനമായിട്ടും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാകിസ്ഥാൻ മുസ്ലിം ലീഗും ജിന്നയുടെ പാർട്ടിയും പാകിസ്ഥാനിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ ചൂഷണം ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. BJP ഭരണത്തിൽ വന്നതിന് ശേഷം മദ്രസ വിദ്യാഭ്യാസത്തിനും ഇസ്ലാമിക വിദ്യാഭ്യാസത്തിനും വേണ്ടി എത്ര കോടികളാണ് നീക്കി വെച്ചത്? ഒരു കോടി മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ആവശ്യമില്ല. തൊപ്പിയും താടിയും വെച്ചുകൊണ്ട് മദ്രസ അധ്യാപകന് റോഡിൽ കൂടി നടക്കാനുള്ള ഒരു ദയ നിങ്ങളിൽ നിന്ന് ഉണ്ടായാൽ മതി. നിങ്ങളുടെ മനസ്സിലിരിപ്പ്, അതായത് പശുക്കളെ വേദത്തിൽ പറയപ്പെടുന്ന ഒരു കാര്യമാണ് ഗാവോ വിശ്വസ്യ മാതര, വിശ്വത്തിന്റെ മാതാവായി ഗോക്കളെ നിങ്ങൾ കാണണം എന്നുള്ളത്. അത് ഹിന്ദുക്കളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരുത്തിന് വിശ്വാസത്തിന്റെ ഭാഗമായ പശുവിനെ തന്നെ ഞാൻ കർഷകരുടെ അടുത്ത് മോഷ്ടിച്ചു കൊണ്ട് ഇറക്കുന്നു കണ്ടാൽ അടി കൊണ്ട് പിരിയുക തന്നെ ചെയ്യും. എന്നിട്ടാണോ ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാരായിട്ട് BJP നേതാക്കൾ മാറിയിരിക്കുന്നത്? തെറ്റായ കണക്കാണ്, കറക്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന കള്ളം മാത്രമാണ്. അതിന് നിങ്ങൾ പറഞ്ഞല്ലോ മദ്രസാധ്യാപകന് ക്ഷേമനിധി കൊടുക്കുന്നത്. നൂറുകണക്കിന് പള്ളികളും മദ്രസകളുമാണ് UP-യുടെ തെരുവോരങ്ങളിൽ ബുൾഡോസർ രാജിന് ഇടയാകുന്നത്. നിങ്ങൾ അതൊന്നും അരുതേ എന്ന് പറയൂ. ഇതാ നിങ്ങൾ ധരിച്ചിട്ടുള്ള ഹൈന്ദവ ദർശനം ഇതാണോ? കള്ളപ്രചരണമാണ് സാർ. പോപ്പുലർ ഫ്രണ്ടിന്റെ നിങ്ങൾ തെളിവ് കാണിക്കൂ. അനിൽ നമ്പ്യാർക്ക് അയച്ചു കൊടുക്കൂ തെളിവ്. നിങ്ങൾ തെളിയിക്കൂ, നിങ്ങൾ പറഞ്ഞ പ്രസ്താവന തെളിയിക്കൂ. ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഇവിടെ ഒരു മുസ്ലിമിനും, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ഒരു മുസ്ലിമിനും ഒരു കുഴപ്പം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല മോദി വന്നതിന് ശേഷം. എവിടെയാണ് പ്രശ്നം വരുന്നത്? പാവപ്പെട്ട കർഷകരായ ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന് പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് വ്യാപകമാണ് ഉത്തർപ്രദേശിലും മറ്റും. നിങ്ങൾക്കത് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ ചെയ്താൽ അടിക്കുന്നവരെല്ലാവരും RSS ഒന്നുമല്ല, ആ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ രാജ്യത്തിന് വേണ്ടി അതിർത്തി കാത്ത സൈനികന്റെ ബന്ധുവായ കുടുംബക്കാരനായ അഖിലാഖിനെ കൊന്നത് പശുവിനെ കച്ചവടം ചെയ്തതുകൊണ്ടാണോ, മോഷ്ടിച്ചതുകൊണ്ടാണോ? എത്ര അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ജലീൽ പറയുന്നൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ജലീൽ പറയുന്നത് മുസ്ലിങ്ങൾക്ക് വഴി നടക്കാൻ പറ്റുന്നില്ലെന്നാണ്. അത് പാകിസ്ഥാൻ നടത്തുന്ന പ്രചരണമാണത്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല എന്ന പ്രചരണം നടത്തുന്ന പാകിസ്ഥാനാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റുകാര്. ഗുരുമൂർത്തി, രാഹുൽ അമേരിക്കയിൽ പോയി പറഞ്ഞതും അതാണ്. ഇവരൊക്കെ കോമൺ അജണ്ടയാണ്, ഒരേ കോമൺ. രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദം ഹിന്ദു തീവ്രവാദമാണെന്ന്. അത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോട് കൂടി തന്നെയാണ് ഹിന്ദു സമൂഹം നീങ്ങുന്നത്. BJP സർക്കാരിനെ ഇപ്പോഴും ഹിന്ദു സമൂഹം സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രധാന കാരണം ഇത് തന്നെയാണ്. ഈ സർക്കാർ പോയി കഴിഞ്ഞാൽ ഈ ജിഹാദി കോൺഗ്രസ് നെക്സസ് എന്ത് ചെയ്യില്ലെന്ന് നമ്മൾ കണ്ടു. നമുക്ക് പറയാൻ പറ്റുമോ? ജലീൽ, ഈ ഒരു നരേറ്റീവ് 2014 തൊട്ട് പറഞ്ഞ് ഇത് 3ാം ടെന്യൂറാണ് ശ്രീ മോദിയുടെ വരുന്നത്. അത് തന്നെയാണ് ഇന്നലെ ശ്രീ അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത്. നിങ്ങൾ ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത 30 വർഷത്തിലും BJP ഗവൺമെന്റ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം ആളുകൾ, നാട്ടുകാർ, അതിനകത്ത് എല്ലാ വിഭാഗത്തിലെ ആളുകളും ഉണ്ട്. ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിങ്ങളുണ്ട്. അവർക്ക് സത്യം അറിയാം. അവർ വിഡ്ഢികളല്ല. അവർക്ക് ഡയറക്റ്റ് ആയിട്ട് നേരത്തെ ശ്രീ പറഞ്ഞ ഗുരുമൂർത്തി പറഞ്ഞ പോലത്തെ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങളും ഈ മോദി സർക്കാർ തന്നെയാണ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ഇവിടെ നിന്നിട്ട് രാഷ്ട്രീയം പറയാം, പക്ഷെ ഈ മോദി സർക്കാർ തന്നെയാണ് ഓരോ അക്കൗണ്ടിലും ജാതി മതം നോക്കാതെ ഓരോ അക്കൗണ്ടിലും ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ വഴി പൈസ അയക്കുന്നതും ഓരോരുത്തരുടെ കാര്യത്തിലും ഒരു രീതിയിലുള്ള വിവേചനം ചെയ്യാതെ വികസനം ചെയ്യുന്നതും അത് ഈ മോദി സർക്കാർ തന്നെയാണ്. അത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരു ട്രിപ്പിൾ തലാഖ് എന്ന് പറഞ്ഞ കാര്യം ആവശ്യമുണ്ടെങ്കിൽ അത് മുസ്ലിം സഹോദരിമാർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതേപോലെ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിത് എത്ര നരേറ്റീവ് സൃഷ്ടിച്ചാലും എത്ര ചെയ്താലും സ്വന്തം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ?
അത് തന്നെയാണ് ആ ജനമാണ് വോട്ട് കുത്താൻ പോകുന്നത്. ആ ജനം വോട്ട് കുത്തിയതാണ് ഈ 3 ടെന്യൂറായിട്ട് വരുന്നത്. അതേ ജനങ്ങളായിരിക്കും ഇനി അടുത്ത 3 ടെന്യൂറിലും കുത്താൻ പോകുന്നത്. ഓക്കെ, അഡ്വക്കേറ്റ് സേനാപതി വേണു, 1 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഞാൻ അതുകൊണ്ട് ചോദിക്കുന്നില്ല. ഇനിയെങ്കിലും ഈ സാഫ്രൻ ടെറർ എന്ന ആ ഒരു സംജ്ഞ അത് ഉപേക്ഷിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തോട് പറയൂ കേട്ടോ. കാരണം എനിക്ക് കേസുകളില്ല, ഞാൻ മറുപടി പറയാം. നമ്പ്യാരെ, ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമും ഇനി ഒരു വാദഗതിക്ക് വേണ്ടി ഇപ്പൊ ഗുരുമൂർത്തി പറഞ്ഞ പോലെ കോൺഗ്രസിൽ അണിനിരക്കുക എന്ന് വിചാരിച്ചു. കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ പറ്റുമോ? ഇന്ത്യയിലെ ഹിന്ദുക്കൾ, ആ ഹിന്ദുക്കളുടെ ബഹുഭൂരിപക്ഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി. ഒരു മുസ്ലിം ജനവിഭാഗം ഇല്ലാത്തടത്തും കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ, അതായത് ഹിമാചൽ പ്രദേശിലെ മുസ്ലിമിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 2% 4% ഉള്ളൂ. അവിടെ BJP-യെ തോപ്പിച്ച് ഞങ്ങൾ അധികാരത്തിൽ വരുന്ന അവിടുത്തെ ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലേ. ഇവിടെ ഹിന്ദുവിന്റെ മൊത്തക്കച്ചവടം ഒന്നും ഗുരുമൂർത്തിയുടെ പാർട്ടിയോ ഒന്നും ഏറ്റെടുക്കണം. ഇന്ത്യയിലെ ഏറ്റവും അധികം ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ടാണ് ഗുരുമൂർത്തി നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം 590 നിന്ന് 125 വന്നത്. ആ വോട്ട് ചെയ്യുന്ന ഹിന്ദു മാറ്റി വോട്ട് ചെയ്തു, കൈപ്പത്തിക്ക് വോട്ട് ചെയ്തു. അത് അങ്ങ് മനസ്സിലാക്കി. സേനാപതി, എന്തിനാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ഇവിടെ വന്നത്, വയനാട് വന്നത്? സാറേ, എന്തിനാണ് ഗുജറാത്തിൽ നിന്ന് ഇയാൾ വാരണാസിയിലോട്ട് പോകുന്നത്? വാരണാസി പറഞ്ഞാൽ ഹിന്ദു കൾച്ചറൽ സെന്റർ ആണ്. വാരണാസി എന്ന് പറഞ്ഞാൽ ഹിന്ദു കൾച്ചറൽ സെന്റർ ആണ്, ഹിന്ദു കൾച്ചറൽ ഐക്കണാണ് വാരണാസി. മോദിക്കെതിരെ വാരാണസി നിൽക്കുമോ രാഹുൽ ഗാന്ധി അടുത്ത തവണ? നമുക്ക് അവസാനിപ്പിക്കാം. രാഹുൽ ഗാന്ധി UP എന്നല്ലേ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുന്നത് സാറേ? മോദിക്കെതിരെ നിൽക്കുമോ? അല്ല, കേണൽ ഡിന്നി അറിയേണ്ടത് ഇപ്പൊ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ അറിയാം, പക്ഷെ വയനാട്ടിൽ UP-യിൽ നിന്നാണ് തെരഞ്ഞെടുപ്പിൽ. പിന്നെ എന്താണ് സംശയിക്കുന്നത്? അത് ഞാൻ ചോദിച്ചു. പക്ഷെ വയനാട് നിന്ന് ജയിച്ചിരുന്നല്ലോ. ഇസ്ലാം ഭീകരതയെന്ന യാഥാർത്ഥ്യത്തെ മറക്കാൻ കോൺഗ്രസ് പിന്തുണയിൽ കെട്ടിപ്പൊക്കിയ വ്യാജ സൃഷ്ടിയാണ് ഹിന്ദുത്വ ഭീകരതയെന്ന് തെളിയിക്കാൻ ഈ കോടതി വിധി ധാരാളമാണ്. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പേക്ഷകർക്കും.